പനി ഇന്നലെ ഗുളിക കഴിക്കാൻ കൂട്ടാക്കിയില്ല അല്ലേ? ഒരു ഗുളികയല്ലേ മോനോട് കഴിക്കാൻ പറഞ്ഞുള്ളൂ. ഗുളിക കഴിക്കാത്തോണ്ടല്ലേ ഇന്നലെ രാത്രി ബഹളം വെച്ചത്? എന്നെ വഴക്ക് പറഞ്ഞിട്ടല്ലേ കഴിക്കാഞ്ഞത്? വഴക്ക് പറഞ്ഞത്? ആരാ മോനെ വഴക്ക് പറഞ്ഞത്? ആഹാ, സിസ്റ്റർ. എന്നായൊന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. അത് ശരി. സിസ്റ്റർ ഇന്നലെ മോനെ വഴക്ക് പറഞ്ഞത്? സിസ്റ്റർ വിമലായിരുന്നു ഇന്നലെ. അത് ശരി. ആരായാലും ശരി, ഇനി മോനെ വഴക്ക് പറയരുത്. മരുന്നൊക്കെ മോൻ ശരിക്കും കഴിച്ചോളൂ. ആ ഗുളികഞ്ഞത്. അങ്കിളിന് സമയമില്ലാത്തോണ്ടല്ലേ ഇന്നലെ വരാഞ്ഞത്? ഇങ്ങനെ ബഹളം ഉണ്ടാക്കിയാലോ? അങ്കിൾ ഇന്നലെ അപ്പുറത്തുള്ള വിനുവിന്റെ അടുത്ത് പോയില്ലേ? ആരാ പറഞ്ഞത്? അങ്കിൾ ഇന്നലെ പനിയല്ലായിരുന്നു? പനിയോ? പിന്നെ അല്ലാതെ. ആ തൊട്ട് നോക്ക്, തൊട്ട് നോക്ക്. ഗുളികഞ്ഞെടുത്ത്. ആ വാൻ തുറന്നേ. പെതുക്കെ പെതുക്കെ പെതുക്കെ. ആ തീർന്നല്ലോ, പ്രശ്നം തീർന്നല്ലോ. ആ എന്താ തിരുമേനി, വിശേഷം വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. ആ ഒരു കുഴപ്പമില്ലല്ലോ. ഓൾ റൈറ്റ്. ടെമ്പറേച്ചർ ഒന്ന് നോക്കിക്കോളൂ. ആ ആ അയ്യോ കുഴപ്പമൊന്നുമില്ലോ. ആ എടുക്കാൻ. ശരി ശരി. എന്താ വേണ്ട. വേണ്ടേ? ഇങ്ങോട്ടുണ്ടോ? 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 തീരെ വയ്യേ. ഇങ്ങോട്ട് അയ്യോ അവിടെ ഇരി, അവിടെ ഇരി. ബഹളം വെക്കല്ലേ, ബഹളം വെക്കല്ലേ. ഞാൻ നോക്കട്ടെ. എവിടെ? എന്താ കുഴപ്പം? എന്താ കുഴപ്പം? ഇവിടെ ഒരു വേദന. എവിടെ? ഇവിടെ. ആ നോക്കട്ടെ. അയ്യോ. ഓ ഇവിടെ. എവിടെ? ഇപ്പൊ ഇവിടെ. എപ്പ എവിടെ? ഇവിടെയോ? ആ നോക്കട്ടെ നോക്കട്ടെ. ഇപ്പൊ ഇവിടെ. ആഹാ, അത് കൊള്ളാലോ. ഇവിടെ. അവിടെ അത് കൊള്ളാം. പിന്നെ ഇപ്പൊ 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 എന്ത്? എവിടെ? ഇവിടെ അല്ലേ? ഇവിടെ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ആ നോക്കട്ടെ, ഞാൻ നോക്കാം. അവിടെ അല്ല. പിന്നെ എവിടെയാ? തന്നെ കണ്ണം തുറന്നേ നോക്കട്ടെ, കണ്ണം തുറന്നേ നോക്കട്ടെ. വാ തുറക്ക്, വാ തുറക്ക്. എന്ത് പറ്റി? എന്ത് പറ്റി? എന്താ പറ്റി? രണ്ട് ഈച്ച പറ്റി. എന്നെ സ്വപ്നം കാണാൻ വിളിക്കലോ താൻ? ഡോക്ടറെ വിളിക്കുന്നു. ഞാനൊരു പാവമായതുകൊണ്ടല്ലേ പകല് പോലും സ്വപ്നം കാണാൻ അനുവദിക്കാത്തത്. ഞാൻ വിചാരിച്ചു കടിച്ചെന്ന്. മോളെ, നീ പോയി കിടന്നോ? എനിക്ക് ഉറങ്ങാനൊന്നും ആയിട്ടില്ല. ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു ഒരു തമാശ. ബാംഗ്ലൂരിലെ ലിസ്റ്റേച്ചിന്റെ മോളില്ലേ മിനി, അവൾ എന്താ ലിസ്റ്റേച്ചിനെ വിളിക്കാന്നറിയാം അമ്മച്ചിക്ക്? അമ്മയെന്ന്. കോൺവെന്റ് പഠിച്ചോണ്ട് അമ്മച്ചിയും മമ്മിയും കൂടി ചേർന്നിട്ട് അമ്മയായി. ഞാനും അമ്മച്ചിയെ അമ്മയെന്ന് വിളിച്ചാലൊന്ന് ആലോചിക്കായിരുന്നു. എന്നാ നിനക്ക് ഒരു പ്രാവശ്യം വിളിക്കേണ്ടി വരുള്ളൂ. നേരെ എത്രയായി? ഐസുക്കുമാൻ എന്താ വരാത്തെ? ഇവനെന്താ ഊണ് ഉറക്കൊന്നും വേണ്ടേ? ചേട്ടാ, ചേട്ടാ ഒന്ന് എഴുന്നേക്ക്. എന്താ? എഴുന്നേക്കുന്നേ, വേഗമാ. എന്താ കാര്യം? എഴുന്നേക്ക്, ഒരു അർജന്റ് കേസാ. നീ കയ്യെന്ന് വിട്, മുണ്ടൊന്ന് കൊടുക്കട്ടെ. ദാ നോക്ക്, അപ്പച്ചനെ ഓടുന്നത്. ഇതാണോ കാര്യം? ഇതൊന്നും ഉള്ള? അതല്ല, ഇന്ന് പുതിയ സൂട്ടില്ല. നോക്ക്, അതല്ല ഞാൻ വിളിച്ചത്. എനിക്കൊന്നും കാണണ്ട. അമ്മേ, അപ്പച്ചനിന്ന് എത്ര മൈൽ ഓടി? 5 kilometers അങ്ങോട്ടും ഇങ്ങോട്ടും. ചെറുക്കാൻ. ഓ, അപ്പച്ചൻ പുതിയ സൂട്ട് ആഘോഷിച്ചായിരിക്കും. ഏയ്, രാവിലെ ഓടുക എന്നുള്ളതേ ഒരു ശീല. അതിപ്പോ എപ്പോഴെങ്കിലും ഓടിയാ പോരെ അപ്പച്ച? ആ, നീ ഒന്ന് ട്രിം ചെയ്യണം. നാളെ പോലെ നമുക്ക് ഒരുമിച്ച് ഓടാം. അയ്യോ, അല്ല, ഞാൻ ലൂസി പോരെ കമ്പനിക്ക്. ആ, അവളോട് എത്രയായിട്ട് പറയണു? വരണ്ടേ? എന്നാ പിന്നെ അപ്പച്ചനും
ഞാനും ലൂസിയും അമ്മച്ചിയും എല്ലാവരും കൂടി രാവിലെ അങ്ങ് ഓടിക്കളയാം. ഒരു ഫാമിലി ഓട്ടം ആയിക്കോട്ടെ. നോ ജോക്സ്. സി, എന്റെ ഹെൽത്തിന്റെ രഹസ്യം എന്താണ്? When I was in നീലഗിരീസ്, ഞാൻ ദിവസവും 10 കിലോമീറ്റേഴ്സ് ഓടുമായിരുന്നു. 10 കിലോമീറ്റേഴ്സ്. റിയലി? ഓൺ ഫുട്ട്, കാൽനടയായിട്ട്? വേണ്ട, രണ്ടിന് ഞാൻ ഓടിക്കും. ആ ആ, ഞാൻ എന്താണ് പറഞ്ഞു വന്നത്? 52 നീലഗിരിയിലായിരുന്നപ്പോ ആഹാ, അത് ശരി. എല്ലാവർക്കും അപ്പൊ എന്നെ കൊണ്ടൊരു കളിയാണല്ലേ. എവിടെയാ ഇടിയറ്റ് രാഘവൻ? രാഘവ, അമ്മച്ചി, ഇന്നെനിക്ക് നേരത്തെ പോണം. എന്നാ നേരത്തെ പോണ്ടാത്തത്? ഇവിടേക്ക് വരാനിടയില്ലല്ലോ. പണ്ടൊക്കെ എന്നെ കോളേജിൽ കൊണ്ടുവിടാനെങ്കിൽ നേരം ഉണ്ടായിരുന്നു. ഇപ്പൊ അതിനും ചേട്ടൻ നേരമില്ല. ഭയങ്കര ബിസി. നിനക്കങ്ങ് ഡ്രൈവിംഗ് പഠിച്ചാലെന്താ? എന്നാ പിന്നെ സൗകര്യത്തിന് പോവുകയും വരികയൊക്കെ ചെയ്യാമല്ലോ. ആര് പഠിപ്പിച്ചു തരാനാ? ചേട്ടൻ പഠിപ്പിച്ചു തരൂ. അതിന് നമുക്കൊരാളെ സംഘടിപ്പിക്കാം. എന്താ? ശരിക്കൊന്നും വേണ്ട. ചേട്ടൻ തന്നെ പോരാറിഞ്ഞ് നിൽക്കുന്നത്. നേരത്തെ പോണൊക്കെ ശരി, ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരണം. ഞാനൊരാളെ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പച്ചനോട് പറയട്ടെ? അങ്ങനെ ഇപ്പൊ പറയണ്ട. ഏ? അങ്കിൾ, നല്ല അങ്കിളാ. എത്ര ദിവസമായി വന്നിട്ട്? അങ്കിള് ബിസി ആയിരുന്നു മോളെ. ഇതെന്താ? പഴുത്ത ഇലകളാ. ഇതെന്തിനാ മോളെ? സങ്കടം വരൂല്ലേ അങ്കിൾ? ഈ പഴുത്ത ഇലകൾ കാണുമ്പോ സങ്കടം വരൂല്ലേ? ആ, മോള് ബാ. ഇത് നനച്ചിട്ട് ഇനിയും പച്ചയാകുമെന്ന് നോക്കാനാ. ഞാനിത് കൊണ്ടുവച്ചിട്ട് വരേ. ശരി. ആ, ഐസക്കോ, തന്നെ കാണാതെ അശ്വതിക്കുട്ടി വലിയ ബഹളായിരുന്നു. പിന്നെ സെമിനാറൊക്കെ എങ്ങനെയിരുന്നു? ആ, ഡോക്ടർ സാമുവൽ ജോൺസ് വന്നിരുന്നു. പ്രൊഫസറെ തിരക്കി. ഓഹോ, പുള്ളിക്കാരൻ എന്താ പറഞ്ഞത്? ഐ മീൻ ഇൻ ദ സെമിനാർ. ദത്തെടുക്കപ്പെട്ട കുട്ടികളിലെ പെരുമാറ്റ വൈകല്യങ്ങൾ, അതായിരുന്നു തീസസ്. ഓഹോ, വാട്ട് വാസ് ദ ഔട്ട്കം? പ്രൊഫഷണൽ ഹെൽപ്പ് കൊണ്ട് മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റൂ എന്നായിരുന്നു നിഗമനം. അതിനായി ഒരു ബോർഡിംഗ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. മുത്തശ്ശൻ അങ്കിളിന് കഥ പറഞ്ഞു കൊടുക്ക. ഏയ്, മുത്തശ്ശനും അങ്ങളും കൂടെ കാര്യമായിട്ട് സംസാരിക്കല്ലേ. മോള് ചെന്ന് മാധവിയമ്മയോട് ചായ കൊണ്ടുവരാൻ പറ. വൺ ഷുഗർ ഇല്ലാതെ. ഇപ്പൊ ഒരു അങ്കിൾ. അല്ല, സ്പെഷ്യൽ ഇൻവൈറ്റി ആയിരുന്നല്ലോ പ്രൊഫസർ. എന്തേ വരാഞ്ഞ്? ഞാനൊരു റിട്ടയർഡ് മൂഡിലാണ്. തന്നെയല്ല, ഈ WHO ഫണ്ട് അലോട്ട്മെന്റ് മാത്രം കണ്ടുകൊണ്ടുള്ള ഇത്തരം സെമിനാറുകളോട് അല്പം നീരസം ഉണ്ടെന്ന് കൂട്ടിക്കൊള്ളൂ. അത് തന്നെയല്ല, ഇതൊക്കെ ഒരുതരം പ്രിട്ടൻഷനാണ്. ആ, ഞാനൊരു കാര്യം പറയാനാണ് ഇങ്ങോട്ട് വന്നത്. പ്രൊഫസർ നഴ്സിംഗ് ഹോം വരെ ഒന്ന് വരണം. ഒരു കോംപ്ലിക്കേറ്റഡ് കേസുണ്ട്. കേസ് ഹിസ്റ്ററി ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ട് കൊടുത്തയക്കാം. ആയിക്കോട്ടെ. അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ? നിങ്ങൾക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലല്ലേ? ഈ നേഴ്സ് എന്ന് പറഞ്ഞാണ്ടല്ലോ, ഏഞ്ചൽസ്. ഈ ഏഞ്ചൽസ് എന്ന് പറഞ്ഞാൽ ഈഗിൾസ്. ഈഗിൾസ് എന്ന് പറഞ്ഞാണ്ടല്ലോ ചിത്രശലഭങ്ങൾ, ബട്ടർഫ്ലൈസ്. വിദ്യാഭ്യാസം ഉണ്ടെങ്കിലല്ലേ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. എനിക്ക് വേറെ ജോലിയുണ്ട്. താൻ തന്നെ പാടും നോക്ക്. കാലത്ത് തന്നെ ഞാനൊരു പാവമായതുകൊണ്ടല്ലേ എന്നെ ഇങ്ങനെയൊക്കെ. എന്നെ സപ്പോർട്ട് ചെയ്തില്ലേ ഞാൻ റിപ്പോർട്ട് ചെയ്യും. ആ, ഒരു പള്ളി നിന്നെ ഞാനൊരു ദിവസം ഡാക്ടർ ആക്കും. അല്ല, അങ്കിളൊന്ന് ക്ലബിൽ പോയില്ലേ? നീ എപ്പോ വന്നു? ഞാൻ ഇന്നലെ രാത്രി വന്നു, ഒരു ഫ്രണ്ടിന്റെ കൂടെ. കുറച്ച് ബിസിനസ് കാര്യമായിട്ട്. അമ്മച്ചിക്കും അപ്പച്ചനൊക്കെ സുഖം തന്നെയല്ലേ? ഓ, അല്ല, ഐസക്കും ലൂസിയൊക്കെ എവിടെ? അവൻ അർദ്ധരാത്രിക്കല്ലേ വരൂ. ലൂസി അപ്പുറത്തെങ്ങാനും കാണും. ഇത്ര നേരമായിട്ട് എത്തിയില്ല. ഞാൻ അവനെ കൂടി കാണാനാ ഈ നേരത്ത് വന്നത്. ഇതെന്താ രാത്രിയിൽ ഒഴിവില്ലേ? വീടും കുടുംബമൊന്നും വേണ്ടേ? സി മിസ്റ്റർ തോമസ്, ഡെഡിക്കേഷൻ ഇറ്റ്സ് എ റയർ തിങ്. നമ്മൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യണം. എല്ലാവർക്കും ഒന്നും എന്റെ മോനെ പോലെ ആകാൻ പറ്റില്ല. എന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ബ്രിഗേഡർ മേനോൻ, നീലഗിരീസ്. ഞങ്ങൾ അയൽവാസിയായിരുന്നു. തനിക്ക് ഓർമ്മയുണ്ടോ? മിസ്റ്റർ മേനോൻ പറയുമായിരുന്നു, ഞാനും കൂടെ ഉള്ളപ്പോഴല്ലേ പറയാറ്. ഞാൻ കാപ്പി കൊണ്ടുവരാം. തോമസ് വല്ലതും കഴിച്ചോ? ഓ, എനിക്കിപ്പോ ഒന്നും വേണ്ട. ആ,
ഇത് അങ്കിളിന് വേണ്ടി ഞാൻ പ്രത്യേകം കൊണ്ടുവന്നതാ. എന്റെ ഒരു ഫ്രണ്ട് റിയാദിലുണ്ട്, അവൻ വരുമ്പോ കൊണ്ടുവന്നതാ. ഹായ് ലസി. ഹായ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഓ, എന്ത് വിശേഷം? ആ, ഡിസംബർ 25 ക്രിസ്മസാ. അല്ല, ലൂസി ആള് ഭയങ്കര വിറ്റിയാണല്ലോ. അപ്പച്ച, ഇത് അപ്പച്ച നീലഗിരിയിലായിരുന്നപ്പോ കുതിരയ്ക്ക് കൊടുത്തിരുന്നില്ലേ? ബ്ലാക്കിയുടെ പ്രിയപ്പെട്ട പാനീയം. അവൻ ഇതല്ലാതെ മറ്റൊന്നും കഴിക്കില്ല. ബ്ലാക്കിയെ തോമസ് കണ്ടിട്ടുണ്ടോ? കാണേണ്ടതായിരുന്നു. അവനൊരു കുതിരയായിരുന്നു. ശരിയാ, അപ്പച്ചൻ പറഞ്ഞുതരും. യു വോണ്ട് ബിലീവ്, ഓരോ മസിലിനും ഈ വണ്ണമാണ്. അവൻ റേസിന് ഇറങ്ങി കഴിഞ്ഞാ പിന്നത്തെ കഥ പറയണ്ട. പക്ഷെ തോമസ് ചത്തുപോയി. ഇനിയിപ്പോ ആരാ വാറ്റ് 6 കുടിക്കുക? നോ വൺ. ഇറ്റ്സ് എ ട്രാജഡി. എന്നാ തോമസ് കുടിക്കട്ടെ. അതൊരു വാറിലാണല്ലോ. ഐസക്കിനെ കാണാൻ സാധിച്ചില്ലല്ലോ. ഓ, ഇനിയിപ്പോ നഴ്സിംഗ് ഹോമിൽ പോണായിരിക്കും. അല്ല, നമ്മളിപ്പോ എന്താ പറഞ്ഞു വന്നേ? അല്ലെങ്കിൽ ലൂസിയുടെ കല്യാണക്കാരിയൊന്നും ആയില്ലേ? കേട്ടോ തോമസ്, ഈ നീലഗിരീസ ലൈഫ് ഉണ്ടല്ലോ, അത് ഒരനുഭവമാണ്. പ്രോജക്റ്റ് ഒക്കെ കൊള്ളാം, ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള വിഷമേ ഉള്ളൂ. ഗ്ലാഡിമോള് വാ. ഡോക്ടർ പരിചയപ്പെട്ടിട്ടില്ലല്ലോ. ഇതാണ് ഞാൻ പറഞ്ഞ ഗ്ലാഡിയ. ഹലോ. ഗ്ലാഡിയ വന്നതിന് ശേഷമാണ് എനിക്കൊരു ആശ്വാസമായത്. മോളൊരു കാര്യം ചെയ്യൂ, ഡോക്ടർക്ക് പുതിയ ബ്ലോക്ക് ഒക്കെ കാണിച്ചു കൊടുക്കുക. പ്ലീസ് കം. ഡാഡിക്ക് ഞാൻ റിസർച്ച് കംപ്ലീറ്റ് ചെയ്തതിന് ആദ്യമൊക്കെ വലിയ ദേഷ്യമായിരുന്നു. ഡോക്ടർ പറഞ്ഞ പോലെ എനിക്ക് സലാസ് ഇതിലായിരുന്നു. ഗ്ലാഡിയുടെ ചോയ്സ് നന്നായി. ഒരു PhD എന്ന വാലിനേക്കാൾ എത്രയോ നല്ല ഇത് തന്നെയാണ്. ഐ കൺഗ്രാജുലേറ്റ് യു. ആരാത്? ആരാ? അല്ല, ലൂസി കുഞ്ഞല്ലേ പോയത്? വണ്ടി റിവേഴ്സ് എടുത്താലോ? അല്ല, അത് വേണ്ട. പിന്നെ അവരെവിടേക്കാണോ പോയത്? ഈ നിലയ്ക്ക് നാളെയും കാണാം. നന്നായിട്ടുണ്ട്, പക്ഷെ ഞാനാണെന്ന് തോന്നില്ല. എന്തൊരു ഭംഗിയായി പെണ്ണിന്റെ മൂക്കിന്. പെണ്ണേ, ഒരു പുരുഷാശന്റെ മുഴുവൻ പ്രവർത്തന ഫലമാണ്. ഞാൻ എത്രയോ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്, പക്ഷെ നിന്നെ വരച്ചപ്പോൾ മാത്രം എത്രയായിട്ടൊരു പെർഫെക്ഷൻ കിട്ടാത്ത പോലെ. ബിക്കോസ് യു ആർ പെർഫെക്റ്റ്. നല്ല രസാ. ഇങ്ങനെ മുഖസ്തുതി കേൾക്കാനും വേണം ഒരു ഭാഗ്യം. എന്നാ ഒരു സത്യം പറയട്ടെ, ഈ അമിത പ്രശംസ കേൾക്കുമ്പോ എന്റെ ശരീരം പെരുകുന്നു. ഞാനിതൊക്കെ എന്റെ ആവനാഴി പരീക്ഷിച്ചതല്ലേ പെണ്ണേ. എന്നാ ടോണിന്റെ എക്സിബിഷൻ? അടുത്ത മാസം മിഡിലാണ്. നേരം കുറയായി. Because you are perfect. കണ്ണ് കാണാൻ പാടില്ലടൂ. സൈക്കിളും കൊണ്ട് നടക്കും. ഞാൻ എന്താ വേണ്ടത്? താനെന്താ വേണ്ടതെന്നോ? ഇവിടെ വാ പറയാം. ഞാനെന്താ വേണ്ടതെന്നല്ലേ? കേറ് കേറോ എടോ കേറോ. ആ ആ ചവിട്ട്. സാറേ, സാറിന് സൈക്കിൾ മേലെ ഓടിയതല്ലേ? എന്താ, എനിക്ക് സൈക്കിളെ വരാൻ പാടില്ലേ? താനാണ് ഇവിടുത്തെ ഏമാനോ അതോ എന്റെ ഏമാനോ? ഞാൻ സൈക്കിളെ വരും, കാറെ വരും, പ്ലെയിനെ വരും. യു മൈൻഡ് യുവർ ഓൺ ബ്ലഡി ബിസിനസ്. ഞാൻ പോയിക്കോട്ടെ. ആ, താൻ പോയിക്കോ. ആ, ഇങ്ങോട്ട് താൻ കാലത്ത് തന്നെ എനിക്കിട്ടൊന്ന് ചാമ്പിക്കളഞ്ഞല്ലോടൂ. എന്താ അതിന്റെ കാരണം? കാരണം എന്താ? കാരണം പറയാൻ ഒന്നുമില്ല. വിഷമമുണ്ട്. വിഷമാണോ? ആ, എന്താ വിഷമം? വളവായിരുന്നു, കണ്ടില്ല.
മനസ്സിലായി. ഇവിടെ കൊണ്ടാക്കിയില്ലേ? ഓ പറഞ്ഞോലെ ശരിയാണല്ലോ, ഇവിടം വരെ കൊണ്ടാക്കി തന്നല്ലോ. അപ്പൊ താമസിക്കും. സാറ് ഓൺ അടിച്ചിട്ടുണ്ടാവില്ല, വളവിൽ ഓൺ അടിക്കണമെന്നാണല്ലോ ട്രാഫിക് നിയമം. ഒരുപാട് മറ്റേ കളികളെ. പിന്നെ ഞാൻ എന്താണ് വേണ്ടത്? ആ താൻ പോയിക്കോ, ഈ സൈക്കിളോട്ടിരിക്കട്ടെ. ഒരു കാര്യം പറയാൻ അല്ല പറഞ്ഞേ, കാറുണ്ട് കൊണ്ടുവിടട്ടെ വീട്ടിലോട്ട്. സൈക്കിൾ ഓടിക്കുന്നവർക്ക് ലൈസൻസ് ഉണ്ടോ? തരാനുള്ള ലൈസൻസ് അത് പള്ളി പറഞ്ഞാൽ മതി. മൈൻഡ് യുവർ ഓൺ ബ്ലഡി ബിസിനസ്. എന്തോ മോള് പാല് കുടിച്ചില്ലല്ലോ. അവിടെ വെച്ചാ മതി, ഞങ്ങൾ കാര്യമായിട്ട് സംസാരിക്കാം, പിന്നെ കുടിച്ചോളാം. ഏയ് ഇങ്ങനെ സീരിയസ് ആയാലോ? എന്താ ഈ ഐസ് കമ്പിൾ വരാത്തെ? ജോലി തിരക്കുണ്ടാവില്ലേ? നിന്നെ കണ്ടോണ്ടിരുന്നാ മതിയോ? മതി. അല്ലേ പിന്നെ അങ്കിൾ വരുമ്പോഴേക്ക് ഐശ്വര്യക്കുട്ടി സാരി കൊടുത്തിട്ട് വലിയ പെണ്ണായിട്ടുണ്ടാവും. എന്നാ മോളുടെ കാര്യം ചെയ്യും, ഐസക് അങ്ങളുടെ കൂടെ പോയി താമസിച്ചു. മുത്തച്ഛന് വരൂ. ആന്ധ്ര മുത്തച്ഛൻ അവിടെ ഒരു ആന്റി ഇല്ലേ, ലൂസി ആന്റി. ആ ആന്റി നുള്ളിയും കടിക്കുകയും ഒക്കെ ചെയ്യും. അപ്പൊ തിരിച്ചു കടിക്കാനാ മുത്തച്ഛൻ? കടിക്കണ്ട, ഒരു അടി കൊടുത്താ മതി. ഓ ശരി ശരി, സമ്മതിച്ചു. മുത്തച്ഛ, എപ്പോഴാ ഐശ്വര്യക്കുട്ടി വലിയ പെണ്ണാവുക? അമ്മയുടെ അത്രയും വലിയ പെണ്ണാവുക? എല്ലാം പുഴുക്കുത്തു വീണു. കണ്ടാ ലൂസിക്കുഞ്ഞ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഒരു കാര്യാക്കണ്ട, ഒരുപാട് കാര്യം ചോദിക്കാം. അതെ, ഇന്നലെ കോളേജ് റോട്ടിൽ കൂടി ഒരു സ്കൂട്ടർ പോയില്ലേ? അതിന്റെ പിന്നിലിരുന്നിരുന്നത് ലൂസിക്കുഞ്ഞാന്ന് എനിക്കറിയാം. മുമ്പിലിരുന്ന് ഓടിച്ചിരുന്നത് ആരോ? ആരാണോ? അല്ല എന്നാലും രാഘവന്റെ കാര്യം നോക്കിയാ മതി. ഇതാ നോക്ക്, ഈ ഇലക്ക് പുഴുക്കുത്ത് വീണിട്ടുണ്ട്. ആ പുഴുക്കുത്ത് വീഴാതിരിക്കാനാ ഞാനിപ്പോ നനച്ചോണ്ടിരിക്കുന്നത്. ഇതും കൂടി നോക്കാൻ സമയമില്ല, എന്നിട്ട് എന്റെ കാര്യം നോക്കാൻ വരുന്നേ? രാവിലെ തന്നെ ഞാനൊരു പാവമായതുകൊണ്ടല്ലേ എന്നെ ഇങ്ങനെ ചീത്ത പറയുന്നത്? ഇതെല്ലാം ഒരു ദിവസം ഇട്ടെറിഞ്ഞിട്ട് ഞാൻ പോവും, അപ്പൊ കാണാം. എന്താ രാഘവേട്ടാ? വെള്ളക്ക. രാഘവേട്ടൻ നനയ്ക്കായിരുന്നു അല്ലേ? അതെ. ഇതൊക്കെ ഞാൻ തന്നെ വേണ്ടേ ചെയ്യാൻ? എന്നാ പിന്നെ നനച്ചാ മതി, നാടകം ഉണ്ടാക്കണ്ട. അയ്യാ, തിരിച്ചു വന്ന് എന്നെ രണ്ടാമതും ചീത്ത പറയാനായിരുന്നല്ലേ? ഈ രണ്ടാൾക്കാരാണിത്. പറയാനുള്ള വൺസ് അപ്പോൺ എ ടൈം പറഞ്ഞിട്ട് പോയാ പോരായിരുന്നു? ഇതിരുമ്പോ ഒരു ഡാക്ടർ ആവുമായിരുന്നു. ഗ്ലാഡിമോളെ, ഇന്ന് മോള് വരുമെന്ന് ടീച്ചറിന് അറിയാമായിരുന്നു. എത്ര ദിവസമായി മോൾ ടീച്ചറെ വന്ന് കണ്ടിട്ട്? ഓർഫനേജിലെ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു, തിരക്കിലായതുകൊണ്ടാ ടീച്ചർ. എനിക്കറിയാം, ടീച്ചറിന് സന്തോഷമേ ഉള്ളൂ. മോള് ചെയ്യുന്നത് ഒരു വലിയ കാര്യമാണ്. ആരും ഇല്ലാത്തവർക്ക് ആരെങ്കിലുമൊക്കെ ആയിത്തീരുക എന്ന് വെച്ചാൽ അതൊരു അനുഗ്രഹമാണ്. ടീച്ചർക്കറിയോ എനിക്ക് എന്ത് ആശ്വാസമുണ്ടെന്ന്? അമ്മയില്ലാത്ത എന്റെ ദുഃഖം കുറെയൊക്കെ മറന്നത് ടീച്ചറിലൂടെയാണ്. പിന്നെ ഇപ്പോ ഈ അനാഥാലയത്തിലെ കുട്ടികളിലൂടെയും. അറിയാം കുട്ടി, എവിടെയെങ്കിലുമൊക്കെ വെച്ച് എന്തെങ്കിലുമൊക്കെ കൈമോശം വരാത്തവരാരുണ്ട്? എല്ലാവർക്കും ഉണ്ടാവില്ലേ കുറെ സ്മരണകളുടെ ഒരു സിന്ദൂരച്ചപ്പ്? ടീച്ചർ എന്നാ ഓർഫനേജിലേക്ക് വരിക? എന്താന്ന് ചോദിക്കരുത്, ഞാൻ അവിടേക്ക് വരില്ല.
എന്നാ ഞാൻ പോട്ടെ മോളെ. ഞാൻ വരാൻ ടീച്ചർ. നീ എന്താ ഉച്ചയ്ക്ക് ഉണ്ണാൻ വരായിരുന്നത്? നീ വരുമെന്ന് വിചാരിച്ചല്ലേ ഉള്ളിത്തീയൽ ഉണ്ടാക്കിയത്? അയ്യോ, എനിക്കൊന്ന് ഫോൺ ചെയ്യാമായിരുന്നില്ലേ? ഞാൻ വരുമായിരുന്നല്ലോ. രാഘവനെ അയച്ചിരുന്നല്ലോ. അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. എന്താ പത്ര പറയാനുള്ളത്? ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വിളിക്കാൻ ടെലഫോൺ, ടെലക്സ്, ടെലപ്രിന്റ്, ഫയർ സർവീസ് ആരാണെന്നല്ലേ? എടി നീർക്കോലി, മര്യാദക്കിരുന്ന് കഴിച്ചോണം. ആ, രാഘവൻ നിന്നെ വിളിച്ചില്ലേ? അല്ലെങ്കിൽ അവൻ അങ്ങനെ. എവിടെ അവൻ? രാഘവ, രാഘവ, എന്തേ ഇവിടെ പറ. നീയേ ഇന്ന് ഉച്ചയ്ക്ക് നേഴ്സിംഗ് ഹോമിൽ പോയോ? ഉച്ചയ്ക്ക് ഞാൻ ഊണ് കഴിച്ചിട്ടില്ല കേട്ടോ. ഊണ് കഴിക്കാൻ വരെ മറന്നുപോയി. ചോദിക്കുന്നതല്ല ഉത്തരം പറയുന്നത്. പാല് വാങ്ങാൻ കാറെ പോകുന്നതല്ലേ? ആ, ഞാൻ അറിയുന്നുണ്ടല്ലോ. കഷ്ടപ്പെടുത്തോ? ഞാൻ പോവാ. ഞാൻ അപ്പുറത്തുണ്ടാവും. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ചിരിക്കല്ലേ ചിരിക്കല്ലേ ചിരിക്കല്ലേ. മോളോട് ഡാഡി ഒരു കാര്യം പറയട്ടെ. ഫ്രാൻസ് ഞങ്ങളുടെ മോൻ സാമൂല്യ മോൾ ഓർക്കുന്നുണ്ടോ? ഇപ്പോൾ കാനഡയിൽ ഡോക്ടറാണ്. ലീവിൽ വന്നിട്ടുണ്ട്. ഫ്രാൻസിസ് എന്നെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു. ഡാഡി എന്തിനാ വളച്ചു കെട്ടുന്നത്? എന്റെ കല്യാണക്കാരിയല്ലേ? ഇപ്പൊ തന്നെ വേണോ ഡാഡി? എനിക്ക് വേണ്ടെങ്കിൽ വേണ്ട. മോളുടെ അഭിപ്രായം ചോദിച്ചേ ഉള്ളൂ. ഡാഡി ഫ്രാൻസിസ് ഞങ്ങളോട് പറയാം. ഡാഡിക്ക് ഊണ് കഴിക്കാറായില്ലേ? ആ, കഴിക്കാം. നിങ്ങൾ പോയി കാർഡ് എടുത്തിട്ട് വരൂ. ഹലോ സിസ്റ്റർ, ഹൗ ആർ യു? അതെ അതെ. ആ, അത് ശരി. സീരിയസ് ആണല്ലേ? നിങ്ങളുടെ കുട്ടിയാ? അല്ല, നിങ്ങളുടെ കുട്ടി. എന്താ? അതെങ്ങനെ എന്റെ കുട്ടിയാവുന്നേ? നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ല മിസ്റ്റർ? രോഗികളുമായി വരുന്നവരോട് ഇങ്ങനെ പെരുമാറാ? അല്ല, അതിപ്പോ അങ്ങനെ ചോദിച്ചാൽ ഞാൻ വേണമെങ്കിൽ ഡോക്ടറുമായിട്ടൊരു മീറ്റിംഗ് ശരിപ്പെടുത്താം. ഡോക്ടറിന്റെ ഇന്റിമേറ്റ് ഫ്രണ്ടാണ്. വേണ്ട, ഞാൻ കണ്ടോളാം. കാലത്തിന് ഒരു ഉപകാരം ചെയ്യാന്ന് വെച്ചാൽ നേഴ്സ് ആരുമില്ല ഇവിടെ. ഇല്ലെങ്കിൽ വേണ്ട, പോട്ടെ. It's obvious. I could only find a meager chance. ലേറ്റായി പോയതാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ എനിക്കറിയാം ഡോക്ടർ, ആരും ശ്രദ്ധിച്ചിരുന്നില്ല. അവൻ എപ്പോഴും കംപ്ലൈന്റ് പറയുമായിരുന്നു. പക്ഷേ എല്ലാവരും തമാശയായിട്ടെടുത്തു. that is going to be a final joke, a tragedy. എങ്കിലും നമുക്ക് ശ്രമിച്ചു നോക്കാം. I'll do all I can. താങ്ക് യു ഡോക്ടർ. എന്താ പ്രൊഫസറുടെ അഭിപ്രായം? ഐസക്കിന് തോന്നിയത് തന്നെയാണ് എനിക്കും തോന്നുന്നത്. വളരെ ഡെസ്പറേറ്റ് സ്റ്റേറ്റ് ആണ്. ബാറിംഗ് ഡെസ്റ്റിനി ഒരു ശക്തിക്കും അവനെ രക്ഷപ്പെടുത്താനാവില്ല. ലെറ്റർ ഓൺ മെഡിക്കൽ സയൻസ്. കുട്ടി അനാഥനാണ്. പക്ഷെ ഗ്ലാഡിയയ്ക്ക് അവൻ സ്വന്തം കുഞ്ഞാണ്. എന്ത് ചെയ്യാം ഐസക്? ആ പെൺകുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. അശ്വതി കുട്ടി എവിടെ? മാധവി അമ്മയോട് അമ്പലത്തിൽ പോയിരിക്കുകയാണ്. അവക്കൊരു ഔട്ടിങ്ങിന്റെ പ്രഷർ. ഏതായാലും കണ്ടിട്ട് പോയാൽ മതി, ഇല്ലെങ്കിൽ ഇവിടെ യുദ്ധം നടക്കും. അമ്മച്ചിക്ക് ഇപ്പൊ ഞാൻ എന്താ വേണ്ടത്? എനിക്ക് നീ വിശേഷിച്ചൊന്നും ചെയ്യണ്ട. നീ ഒരു കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട്. തെറ്റൊന്നുമില്ല, പക്ഷെ ഇപ്പൊ വേണ്ട. നമുക്കാവാം. എന്നാ? ഞാൻ പറയാം. വേണ്ട വേണ്ട വേണ്ട, നീ വേണമെങ്കിൽ കഴിച്ചാ മതി. ഞാൻ കഴിച്ചോളാം. അതിനെനിക്ക് ആരുടെയും ശുപാർശയൊന്നും വേണ്ട. ഇപ്പൊ എന്താ തർക്കം? അല്ല, അമ്മച്ചി പറയായിരുന്നു ഹാലി ധൂമകേത് വന്നാൽ പ്രസിഡന്റ് റേഗൻ എന്താ ചെയ്യാന്ന്. എന്തൊരു ഫൂളിഷ് ചോദ്യമാ. അല്ലെങ്കിൽ ഇവർക്ക് വിവരം കുറച്ച് കമ്മിയാ. എനിക്ക് ഇത്രയൊക്കെ വിവരം മതി. ഇനിയിപ്പോ വിവരമുള്ളവരെ വേണമെങ്കിൽ വേറൊന്ന് കെട്ടിക്കോ. ശരിയാ, അപ്പച്ചന് നല്ല വിവരമുള്ളൊരു അമ്മച്ചി വേണ്ടതായിരുന്നു. അങ്ങനെ ശരിയാ, പക്ഷെ ഇനിയിപ്പോ പറയണ്ടെന്ന കാര്യം ഒക്കെ ഫെയ്റ്റാ. പണ്ട് ഞാൻ നീലഗിരീസിലെ എസ്റ്റേറ്റ് നടത്തുന്ന കാലത്ത് ഒരു വിവാഹ ആലോചന വന്നു. കേണൽ ലോറൻസിന്റെ ഒരേ ഒരു മകൾ എൽസ, ലണ്ടൻ എഡ്യൂക്കേറ്റഡ്. എന്തൊരു സൗന്ദര്യമായിരുന്നു. അവിടെ മൂക്കിന്റെ തുമ്പത്ത് എന്തായാലും പറയാ, കോപം. അതല്ല, ഒരു കാക്കപ്പുള്ളി ഉണ്ടായിരുന്നു. എനിക്കത് ഇഷ്ടമായില്ല. കഷ്ടമായി. അവക്കുള്ള ഒരേ ഒരു കുറവ് ആ കാക്കപ്പുള്ളിയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോ അമ്മച്ചിയെ കണ്ടു. അമ്മച്ചിക്കുള്ള ഒരേ ഒരു ഗുണം മൂക്കമ്മേ കാക്കാപ്പുള്ളി ഇല്ലെന്നുള്ളതായിരുന്നു. വേണ്ട, എന്റെ അടുത്തൊന്ന് കിട്ടും.
അവിടെയാണ് കഥ തുടങ്ങുന്നത്. കേട്ടോ മോനെ, നീലഗിരി എസ്റ്റേറ്റിന്റെ മാനേജര് അപ്പച്ച വല്ലാത്തൊരു വയറ്റ് വേദന. ഞാൻ ഇപ്പൊ വരാം. ആ മോള് കേൾക്ക. അപ്പച്ച കൈ ഉണങ്ങും, പോയി കഴിയിട്ടുവാ. ആ പോരാ. ആ അത് ശരി. എല്ലാരും പോയോ? രാഘവ, കഥ കേൾക്കാനല്ലേ? ഉം, ഉം. ആരുമില്ലാത്തവന് ദൈവം തോണ. ഏ? അല്ല, സാറ് മൊയിലിനെ വെടി വെച്ച കഥയല്ലേ? ആ, നല്ല രസമാണല്ലേ? നല്ല സാമ്പാറാ. എന്താടോ? അല്ല, നല്ല രസം. ഓ, എന്ത് രസാന്നറിയാവോ? ആ, സാറ് മൊയിലിനെ വെടി വെച്ചു. എന്നിട്ടോ അതൊരു വലിയ കഥയാ. അത് തുടക്കം മുതലേ പറയണം. നീലഗിരിയിലുള്ള സുന്ദരമായ ഒരു കുന്നിന്റെ ചരിവിലൂടെ ഞാനിങ്ങനെ പോകായിരുന്നു. അതികഠിനമായ തണുപ്പുള്ള രാത്രി അല്ല. ഒരു നല്ല സുന്ദരനായ മുയൽ ഇങ്ങനെ നടന്നു വരുന്നു. താൻ ഉറങ്ങാണല്ലേ? വാശളൻ. ഡോ, താൻ ഉറങ്ങാണോ? ആരുറങ്ങി? ദൈവമുണ്ടോ? ഞാനീ പറഞ്ഞൊന്ന് പറഞ്ഞേ. ഔവ്വ. ആ, പീരുമേടിന്റെ നടുവിലൂടെ രാത്രി തേക്കടി കൊടൈക്ക. ഇഡിയറ്റ്. തേക്കടി, കൊടൈക്കനാൽ, തേങ്ങ. കഥ കേട്ടാലും ചീത്ത, കഥ കേട്ടില്ലെങ്കിലും ചീത്ത. ഞാനൊരു പാവായതുകൊണ്ടല്ലേ ഈ രാത്രി ഒരു മൊയില് കഥ. ഡോക്ടർ വർമ്മയെ ഞാൻ കണ്ടിരുന്നു. അദ്ദേഹം തീരെ പ്രതീക്ഷയില്ലാത്ത മട്ടിലാണ് സംസാരിച്ചത്. ലാഡിയ ഇങ്ങനെ വിഷമിക്കുന്നതിൽ കാര്യമില്ല. ആഫ്റ്റർ ഓൾ ഇറ്റ്സ് ഓൾ ഫേറ്റ്. ശരിയായിരിക്കാം, പക്ഷേ വളരെ ക്രൂരമല്ലേ? ടിനുവിന്റെ കഥ അറിയാഞ്ഞിട്ടാണ്. ടിനു അവന്റെ അമ്മയോട് സംസാരിക്കുന്നത് കേട്ടിരുന്നെങ്കിൽ മനസ്സിലാകുമായിരുന്നു. മണിക്കൂറുകളോളം ടിനു അമ്മയോട് സംസാരിക്കുമായിരുന്നു. പിന്നെ പിന്നെ ഞാനുമായി പരിചയപ്പെട്ട ശേഷം ടിനുവിന്റെ അമ്മ ഞാനായി. അതിനു മുമ്പ് ടിനുവിന്റെ അമ്മ ആരായിരുന്നു എന്നറിയോ? ആരോ സമ്മാനിച്ച ഒരു പാവ. അയ്യോ, അശ്വതിക്കുട്ടിയാണല്ലേ? എനിക്ക് ഇച്ചിരി കൊളസ്ട്രോൾ കൂടുതലാ. കൊളസ്ട്രോൾ കൂടിയാ ഉറക്കം വരും. കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? വിറ്റാമിൻ സി. വിറ്റാമിൻ സി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? അല്ല, അശ്വതിക്കുട്ടിക്ക് ഡ്രൈവിംഗ് പഠിക്കണ്ടേ? ഓ, മതി പഠിപ്പിച്ചത്. എനിക്ക് അങ്കിൾ പഠിപ്പിച്ചു തരും. അങ്കിളിനെ ഈ വണ്ടി ഓടിക്കാൻ അറിഞ്ഞുകൂടാ. ഇത് അംബാസഡർ അല്ലേ? അങ്കിളിന് കോൺഗ്രസ് ഓട്ടാനേ അറിയൂ. ഇത് പിന്നെ എന്താ കോണ്ടല്ലേ? ഇത് കോൺഗ്രസ്. മോളെ, മോൾക്ക് രാഘവേട്ടൻ പഠിപ്പിച്ചു തരാം. പിന്നെ മോൾക്ക് പ്ലെയിൻ ഓടിക്കാനും പഠിപ്പിച്ചു തരാം. രാഘവേട്ടൻ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഒന്നല്ല, ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചോ. രാഘവേട്ടനുണ്ട് എല്ലാരും DM എന്ന് വിളിക്കണേ. അത് പിന്നെ രാഘവേട്ടന്റെ അച്ഛൻ ദിവാനായിരുന്നു. ദിവാന്റെ മോനായതുകൊണ്ട് DMO. ദിവാന്റെ മോൻ ഓൺ പ്രൊഡക്ഷൻ DMO. കളിപ്പിച്ചോ. ഞാനൊരു ഭാവമായതുകൊണ്ടല്ലേ. മീററ്റിലെ മെഡിക്കൽ ഏജൻസീസുമായിട്ട് എഗ്രിമെന്റ് ആയിട്ടുണ്ട്. സ്റ്റെറിലൈസേഷന്റെ ഓർഡർ നമുക്ക് ഈ ആഴ്ച തന്നെ കൊടുക്കാം. നമ്മുടെ ഓഫീസിന്റെ ഫർണിഷിംഗ് ഒക്കെ എന്തായി? 2-3 ദിവസം കൂടി എടുക്കും. തോമസിനൊന്ന് പോയി നോക്കിക്കൂടെ? ഓ, അതൊന്നും വേണ്ടെന്നേ. അതെല്ലാം ഹുസൈൻ തന്നെ നോക്കിയാൽ മതി. പിന്നെ നമ്മുടെ ഓഫീസ് ഇനാഗറേഷന് ഡോക്ടർ ഐസക്കിനെ തന്നെ വിളിക്കണം. അത് വേറൊരു ബിസിനസ് ലൈനാണ്. അല്ല, തോമസേട്ട് ഇവിടെ തന്നെ ഇരിക്കുക. ഇന്ന് ലയൻസിന്റെ ഗെറ്റ് ടുഗദർ അല്ലേ, പോകണ്ടേ? ഷോ, ആ കാര്യം അങ്ങോട്ട് വിട്ടുപോയി. നമ്മൾ എന്നില്ലെങ്കിൽ ഭയങ്കര ഫീലിങ്സ് ആണ്. ആ, വാ നമുക്ക് പോവാ. താൻ പോണ കാര്യം എനിക്കറിയാം. എന്തറിയാം? താൻ ആ ഷീലാ മാത്യുവിനെ കാണാൻ പോവല്ലേ? ചെല്ലേ. ഞാൻ അല്പം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ടിനുവിനെ രക്ഷപ്പെടുത്തായിരുന്നു ഐസക്. പ്ലീസ് ലാഡിയ, ഡോണ്ട് ഗിവ് ഇൻ യുവർസെൽഫ് പ്ലീസ്.
ടിന്നുവിന്റെ കഥ കേട്ടിട്ട് ടീച്ചർ ഒന്ന് കരഞ്ഞതുപോലും ഇല്ലല്ലോ എന്ന് വിചാരിക്കുന്നുണ്ടാവും ക്ലാഡി മോള്. ടീച്ചറിന് കരയാനുള്ള കഴിവ് എന്നേ കൈമോശം വന്നുപോയി. ഗ്ലാഡിമോൾക്ക് ഇനി എത്ര കാലം കരയാം? ഒരു പെണ്ണിന്റെ ജീവിതകാലം മുഴുവൻ മോളുടെ കണ്ണീരെങ്കിലും വറ്റാതിരിക്കട്ടെ. മോൾക്ക് ഒന്നും മനസ്സിലാവുന്നുണ്ടാവില്ല അല്ലേ? മോള് ടീച്ചറെ നോക്ക്. ടീച്ചറിന് എങ്ങനെ ചിരിക്കാൻ സാധിക്കുന്നുവെന്ന് മോള് അത്ഭുതപ്പെടുന്നുണ്ടാവും. കേൾക്കണമെങ്കിൽ ടീച്ചർ അത് പറയട്ടെ. വേണ്ട ടീച്ചർ, പറയണ്ട. പറയണ്ട ടീച്ചർ. കാപ്പി കുടിക്കാം, വരൂ. താൻ എന്തിനാ ഈ ചെറുപ്രായത്തിൽ നാട് നന്നാക്കാൻ നടക്കണേ? സേവനമൊക്കെ ശരി തന്നെ, പക്ഷെ ഇതൊരു ബിസിനസ് കൂടിയല്ലേ? ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന നേരം കൊണ്ട് നമുക്ക് ഫ്രണ്ട്ലി ആയി വേറെ എന്തെങ്കിലും സംസാരിച്ചൂടെ? ഓ, ഇത് പിന്നെ ഫ്രണ്ട്ലി അല്ലേ? ഞാൻ തന്റെ നന്മയ്ക്ക് വേണ്ടിയാ പറഞ്ഞത്. അല്ല, അതെനിക്ക് മനസ്സിലായി. ഞാൻ ഈ നഴ്സിംഗ് ഹോമൊക്കെ വൈൻഡപ്പ് ചെയ്തിട്ട് അബ്കാരി ലേലം വിളിക്കാൻ പോകാൻ ആലോചിക്കായിരുന്നു. അപ്പോഴാണ് തോമസിന്റെ സജഷൻ. ഓഹോ, അത് ശരി. താൻ ആളെ കളിയാക്കിയിരുന്നല്ലേ? അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒരു നല്ല കാര്യം പറഞ്ഞ ആർക്കും ഒരു ഫീലിങ്സ് ഉണ്ടാവില്ല. തോമസ് അപ്പച്ചനെ കണ്ടില്ലല്ലോ. അപ്പച്ചൻ ഒരു കമ്പനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാവും തുടങ്ങാൻ. ആ, ഞാനൊരു ലാർജ് പിടിപ്പിച്ചിട്ടാ വന്നിരിക്കുന്നത്. എന്നാലും ഒന്ന് പോയി നോക്കാം. ചെല്ല്. ഞാൻ ഇടയ്ക്കൊക്കെ ഈ കടപ്പുറത്ത് വന്നിരിക്കും. ഒറ്റയ്ക്ക് കടലിൽ നോക്കിയിരുന്ന മനസ്സിന് എന്ത് ആശ്വാസമാണെന്നറിയോ? യോ, ഞാൻ ഡിസ്റ്റർബ് ചെയ്തോ? ഏയ്, ഞാനും ഐസക്കിനെ കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. 1-2 പ്രാവശ്യം ഐസക്കിനെ വിളിച്ചു. ആരോടും ഒന്നും സംസാരിക്കാനില്ലായിരുന്നപ്പോ ഐസക്കിനെ വിളിക്കണമെന്ന് തോന്നി. ദാറ്റ്സ് ആൻ ഐഡിയ. വല്ലപ്പോഴും ഒക്കെ വെറുതെ എന്തെങ്കിലും സംസാരിക്കുന്നത് ഒരു രസമാണ്. ചേട്ടൻ നോവല് വായിക്കുന്നേ? നോവല പത്രാഫീസല്ലേ ഞാൻ നടത്തുന്നത്. വെറുതെ ഒന്ന് കൊച്ചു വർത്താനം പറയാതെ വല്ലതും പഠിക്കാൻ നോക്ക്. അതെ, ഈ ഗ്ലാഡിയ ഇല്ലേ, ഗ്ലാഡിയ. ഗ്ലാഡിയോ? ആ, ഗ്ലാഡിയ, നമ്മുടെ ഗ്ലാഡിയ. എനിക്കൊന്നും അറിഞ്ഞൂടാ. നീ നിന്റെ പാട്ട് പോകാൻ നോക്ക്. ഓ, ഗ്ലാഡിയ ചേച്ചിന്ന് വിളിക്കാഞ്ഞിട്ടാണോ? എന്നാ ശരി, ഗ്ലാഡിയ ചേച്ചി. ചേച്ചിന്ന് വിളിക്കാൻ മാത്രമൊന്നുമില്ല. എന്താ നിന്റെ ഭാവം? ഏയ്, ഒരു ഭാവമില്ല, വെറുതെ. നീ നിന്റെ കോളേജ് സ്റ്റൈലൊന്നും എന്റെ അടുത്ത് ഇറക്കരുത്. ആ, എന്നാ വേണ്ട, ഞാൻ ഫാമിലി സ്റ്റൈലില് അപ്പച്ചനോട് പറഞ്ഞ് അമ്മച്ചിയോടും പറഞ്ഞ് ഉടനെ എടി പെണ്ണെ, വെറുതെ കുഴപ്പമുണ്ടാക്കല്ലേ. അല്ലെങ്കിൽ തന്നെ അമ്മച്ചി എന്റെ പിന്നിൽ നിന്ന് മാറുന്നില്ല. നീ എനിക്കിട്ട് വേല വെച്ച ഉടനെ ഞാൻ നിന്റെ കല്യാണം നടത്തും. ഹായ്, എന്തൊരു ഐഡിയ. നല്ല ചേട്ടൻ. ആ, കൊഞ്ചാതെ പോയിരുന്നു പഠിക്ക്. ആ, ചെല്ല് ചെല്ല്. മയിൽ വാഹനം ഉതിരിപ്പുണ്ടല്ലോ പറഞ്ഞ പോലെ. അല്ല, എന്തിനാ ഓടി മെനക്കിടുന്നത്? വെറുതെ സമയം കളയാൻ. ഇന്ന് ഇവനാകാം. അല്ലെങ്കിൽ ഒരെണ്ണം വാങ്ങണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പച്ചാ, സൈക്കിൾ ഓട്ടാൻ പഠിക്കാനുള്ളതാ ഇതാ നോക്കുന്നത്. കണ്ണി കാണാൻ പാടില്ലടൂ. എനിക്ക് നിങ്ങൾക്കോ? മനുഷ്യന്റെ ദേഹത്ത് വന്ന് ഇടിച്ചു പോരാഞ്ഞിട്ട്. ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ? ആരായാലും വേണ്ടില്ല, മന്ത്രിയൊന്നല്ലല്ലോ. ആ, കുറച്ച് കഴിയുമ്പോൾ വിവരം അറിയും. ആ, അതവിടെ കിടക്കട്ടെ. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോയാൽ മതി. എന്താ വേണു? സൈക്കിൾ കൊണ്ടുവന്ന് ദേഹത്ത് ഇടിച്ചിട്ട് മൂപ്പിൽ വലിയ ന്യായം പറയുന്നു. സാരമില്ല, വേണു പൊയ്ക്കോളൂ. എന്ത് പറ്റി സാറേ?
എന്തുണ്ടായി? ഒന്നുമില്ല. ഞാൻ അന്ന് തന്നോട് പറഞ്ഞു, അയാൾ ഇന്ന് എന്നോട് പറഞ്ഞു, അത്രേ ഉള്ളൂ. തോമസ് സാറ് വരുന്ന വഴിയാ? അല്ല, പോണ വഴി. താനാ ചോദിക്കാൻ? താൻ തന്നെ പണി നോക്കണോ? അപ്പൊ പോണ വഴിയാണല്ലേ? ദിൽസാണല്ലോ. വെയിറ്റ് ഫോർ ഈച്ച് അതർ. ഏക് തുജേ കെ ലിയേ. ഓ, അപ്പൊ DMO സാറ് ഏക് തുജേ കെ ലിയേ വലിക്കുള്ളൂ അല്ലേ? എൻഫീൽഡിന്റെ ഫോറിനല്ലേ? ഞാനൊന്ന് ഓടിച്ചു നോട്ടെ. വേണ്ട, താൻ കാർ ഓടിച്ചാ മതി. സാർ അകത്തോട്ടല്ലേ? അകത്തെല്ലാവരും അപ്രതീക്ഷിതമായ കാത്തിരിപ്പുണ്ടാവും. അതിന് തന്റെ ശുപാർശയൊന്നും വേണ്ട. ഞാൻ ചെല്ല്. ഇതെന്ത് വണ്ടി? നമ്മൾ എത്ര വണ്ടി ഓടിച്ചതാ. മോറീസ് മൈനർ, ടയോട്ട, വോക്സ് വാഗൻ, ഡാറ്റ്സൺ, ഡോബർമാൻ, മാച്ച്ലെസ്, ബുൾഡോസർ വരെ. പിന്നല്ലേ. ഐസക് എന്താ പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. എന്തോ പറയണോന്ന് വിചാരിച്ചു. ഗ്ലാഡി എന്താണ് ആലോചിച്ചിരുന്നത്? താൻ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വിചാരിച്ച് എന്തൊക്കെയോ പറഞ്ഞു. ഇനി പറയാൻ സാധ്യമല്ല. എന്തെങ്കിലുമൊക്കെ ഞാൻ തന്നെ പറഞ്ഞാ മതിയോ? എന്തെങ്കിലുമൊക്കെ പറയണം മിസ്റ്റർ. ഞാൻ ഓർക്കുകയായിരുന്നു, നമ്മൾ എന്തിനാ ഇപ്പൊ ഇവിടെ വന്നത്? അതിപ്പോ ഒരു കാര്യമില്ലാതെ. നമുക്ക് സംസാരിക്കാൻ ഇങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു. ഈ ടീനേജ് ലവേഴ്സിനെ പോലെ റെസ്റ്റോറന്റും തിയേറ്ററും ഒക്കെ വഷളാവുന്നു അല്ലേ? അല്പമൊക്കെ ഇല്ലാതില്ല. പക്ഷേ ഇതൊക്കെ ഒരു റൂട്ടീൻ ആയിരിക്കുന്നു അല്ലേ? നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം. ഓ യെസ്. ബില്ല് പേ ചെയ്യാതെയോ? നല്ല കാര്യായി. ഇന്ത്യ വിൽ ടെസ്റ്റ് റഷ്യൻ. ദിസ് ഈസ് ബ്രൂസ്. അല്ല, ലൂസി കുഞ്ഞൊരു കാര്യം അറിഞ്ഞോ? അറിഞ്ഞു. എന്താ കാര്യം? ഒരു പത്രവാർത്ത. അതല്ലെന്നേ, ഡോക്ടർ സാർ ഇന്നലെ കടപ്പുറത്ത് ഈ കക്ക പെറുക്കാൻ പോയിന്നല്ലേ? അതല്ലെന്നേ, ഡോക്ടർ സാറ് കൊറേ കുട്ടികളുള്ള ഒരു പെണ്ണിന്റെ കൂടെ കടപ്പുറത്ത് കൂടി ഇങ്ങനെ. എന്തോ എന്നെപ്പോ കൊല്ലൂട്ടോ. തനിക്ക് 24 മണിക്കൂറും പെണ്ണുങ്ങളെ കുറിച്ച് മാത്രമേ പറയാറുള്ളൂ. രാവിലെ തന്നെ കാറിലുള്ള പോക്കുണ്ടല്ലോ, പാല് വാങ്ങാൻ. അതെനിക്കിഷ്ടമല്ല. അവിടെ തന്റെ ഒരു ശൃംഗാരം ഉണ്ടല്ലോ, അതും എനിക്കിഷ്ടമല്ല. പിന്നെ തന്റെ ഒരു നോട്ടം, അതെനിക്ക് തീരെ ഇഷ്ടമല്ല. പിന്നെ ഇല്ല, തന്റെ ഇളിഞ്ഞ മോന്ത ഉണ്ടല്ലോ, അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എന്നെ മൊത്തം ഇഷ്ടമല്ലെന്ന് പറഞ്ഞാ പോരെ? അത് തന്നെ. നിർത്തപ്പച്ചാ. പോയി വല്ല ജോലിയും ചെയ്യാൻ നോക്ക്. രാവിലെ തന്നെ എന്ത് ജോലി ചെയ്യാനാ? അല്ല, ഇപ്പൊ രാത്രിയാണല്ലോ അല്ലേ? ഞാനൊരു പാവായതുകൊണ്ടല്ലേ എങ്ങനെ കഷ്ടപ്പെടുന്നത്. തല്ലുകൊള്ളാൻ ചണ്ട പണന്മാരാമാരാര്. അമ്മച്ചി, ഒരു ചായ കൊണ്ടുപോണോ? എന്താ പതിവില്ലാതെ ഇപ്പൊ ഒരു ചായ? ഇപ്പൊ ഒരു ചായ കുടിക്കണം. താനൊന്ന് കുടിച്ചോ. താൻ അറിഞ്ഞോ, ഡോക്ടർ സാർ ഒരു പെങ്കുച്ചുമായിട്ട് ഇത്തിരി എന്തോ ആണത്രേ. താനൊന്ന് ലൂസിയോട് ചോദിച്ചറിയേ. ആരാ പറഞ്ഞത്? സത്യമാണോ? അതല്ലേ ചോദിക്കാൻ പറഞ്ഞത്. ഹാവൂ, അങ്ങനെയെങ്കിൽ അവനൊന്ന് സമ്മതിച്ചു കിട്ടിയല്ലോ. അവൻ സമ്മതിക്കാൻ അവിടെ പോവാനാ? എന്റെ അല്ലേ മോൻ. അതൊക്കെ കൊടുത്തേക്കും. അപ്പൊ മുത്തശ്ശനൊന്നുമില്ല? പ്രൊഫസർക്ക് മനസ്സിലായില്ലേ? ഗ്ലാഡിയല്ലേ? എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി. കുട്ടി ഇരിക്കൂ. ഇരിക്കൂ. ഐസക്കിന്റെ ചോയ്സ് ഒരിക്കലും തെറ്റാവില്ല എന്ന് എനിക്കറിയാം. എങ്ങനെയുണ്ട് അനാഥാലയത്തിന്റെ പ്രവർത്തനമൊക്കെ? നന്നായി നടക്കുന്നു. ഞാൻ ആലോചിക്കായിരുന്നു ഐസക്, ഓരോരുത്തരും സ്വന്തം ജീവിതത്തിന്റെ വഴി തിരഞ്ഞെടുക്കുന്നത് എത്ര വിചിത്രമായാണ്. ലൈഫ് ഈസ് എ ക്രൂവൽ ട്രൂത്ത്, ഡിപ്രൈവ്ഡ് ഓഫ് ലോജിക്. ആരും പറഞ്ഞതല്ല, എനിക്ക് തോന്നിയതാണ്. ഐസക്,
തന്നെ ഞാൻ ഉപദേശിക്കല്ല. ഒരിക്കലും വേർപിരിയാനായി ഒന്നിക്കരുത്. എന്ത് ബോറായിരുന്നു. നാളെ മുതൽ അയാളുടെ ക്ലാസ്സിലിരിക്കാൻ എന്നെ കിട്ടില്ല. നീ എന്തിനാ കടലാസ് ചുരുട്ടി അയാളെ എറിഞ്ഞത്? അയാളുടെ കഷണ്ടി കണ്ട അറിയാൻ തോന്നുന്നു. തിരിഞ്ഞെന്ന് ബോർഡിൽ എഴുതുമ്പോ എന്ത് രസാ, നല്ല തിളങ്ങണ കഷണ്ടി. എന്ത് നടക്കാൻ? വീട്ടിലെത്തണ്ടേ? അപ്പൊ കാറില്ലേ? എന്നും കാറിലല്ലേ, ഇന്ന് നടക്കാന്ന് വിചാരിച്ചു. ബൈക്കിൽ പോവാം, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ബൈക്കിൽ ഇങ്ങനെ നടക്കുക. പിന്നെ ഞങ്ങൾ രണ്ടുപേരുണ്ട് താനും. അതുകൊണ്ടെന്താ, രണ്ടുപേർക്കും കയറാം, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ കേറാം, പക്ഷെ ഇവർക്ക് പറ്റില്ലാന്ന്. അല്ല സുനിതേ? അതേന്ന്. അപ്പോ താമസം വയ്ക്കോ? ഞാനെങ്ങനെ ഒറ്റയ്ക്ക്? എന്നാ ബൈക്ക് ഇവിടെ വെക്കേ, നമുക്ക് നടക്കാം. ഇതേതായാലും ഭയങ്കര ഫീലിങ്സ് ആയി പോയി ലൂസി. ഇന്നലെ അമ്മച്ചി നിന്നെ കുറിച്ച് ചോദിച്ചു, ഒരുപാട് ചോദ്യങ്ങൾ. അമ്മച്ചിക്ക് നിന്നെ കുറിച്ച് എല്ലാം അറിയാം. എന്നിട്ടോ? നിന്റെ ഒരു പടം വരച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. വരച്ചു കൊടുത്തില്ലല്ലോ. അയ്യോ, രക്ഷപ്പെട്ടു. എന്റെ അമ്മച്ചിയെ കാണാതെ തന്നെ ഗ്ലാഡിയയ്ക്ക് ആ രൂപം വരയ്ക്കാൻ കഴിയുന്നുണ്ടാവും. എനിക്കതിന് കഴിയില്ല ഐസക്. എന്റെ മമ്മിയെക്കുറിച്ച് ആന്റി പറഞ്ഞു കേട്ട അറിവേ എനിക്കുള്ളൂ. ഡാഡിയും മമ്മിയും കുറിച്ച് ആന്റി എനിക്ക് ഒരുപാട് കഥകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ കഥകൾക്കൊക്കെ ഇതിഹാസങ്ങളിലെ വിശുദ്ധ പ്രണയ കഥകളുടെ പരിവേഷമായിരുന്നു. ടീച്ചറിന് വൈകിയോ? ടീച്ചർക്ക് ഐസക്കിന് മനസ്സിലായില്ലേ? ഡോക്ടറല്ലേ? മോള് വൈകിട്ട് വരില്ലേ? ഞാൻ പോട്ടെ കുട്ടികളെ. ഒന്നിനെ കാണുന്നില്ലല്ലോ. ആ മാധവി, ഇയാളുടെ കാനഡ പോക്കൊന്നും ശരിയായില്ലേ? ഒന്നും ശരിയായിട്ടില്ല. എന്റെ അടുത്ത് പറയാറുന്നില്ലേ? ഞാൻ അറേഞ്ച് ചെയ്യുമായിരുന്നല്ലോ. നമ്മളൊക്കെ ഇത്ര അടുത്ത ആൾക്കാരായിരുന്നിട്ട് എന്നെ ഒരു അന്യനായിട്ട് കാണുന്നതിൽ എനിക്ക് ഭയങ്കര ഫീലിങ്സ് ഉണ്ട്. ഫീലിങ്സ് ഒന്നും വേണ്ട. ഫീലിങ്സ് അധികമായാലേ മറ്റേ തെറാപ്പി വേണ്ടി വരും. ഭയങ്കര ജോക്സ് അല്ലേ? ഓ, സാറുവാ, നമുക്കിത്തിരി ജോക്സ് പറയാ. കയ്യെടുക്കണം. ഭയങ്കര ബഡായിയ. രാവിലെ തന്നെ ഇറങ്ങിയിരിക്കുക. സിസ്റ്റർ എന്നാ കാനഡയിൽ പോണത്? ഞാൻ എനിക്ക് ഇഷ്ടമുള്ളപ്പോ പോവും. താൻ എന്റെ പാട്ടിന് പോ. തീപ്പെട്ടി ഉണ്ടോ? ആ, വിൽസല്ലേ ഇരിക്കട്ടെ. പോവാ. അപ്പച്ചന് ഈ വയസ്സുകാലത്ത് വല്ല ആവശ്യമുണ്ടോ? വയസ്സോ? ആർക്കാ വയസ്സായത്? സി, ഐ ആം ഫിറ്റ്. യു നോ മുഹമ്മദ് അലി? അപ്പച്ചൻ നീലഗിരിയിലായിരുന്നപ്പോ ഉണ്ടായിരുന്ന ക്യാഷ് എനിക്കറിയില്ലേ. വെനാവാസ് നീലഗിരി. ഐസക്ക് വന്നിട്ട് കുറച്ചു നേരമായോ? ഇല്ല. മോളെ, അങ്കിളിന് ചായ കൊടുത്തോ? അങ്കിൾ ചായ കുടിച്ചിട്ടാ വന്നത് അല്ലേ അങ്കിൾ? അല്ല. ആർട്ടിക്കിൾ ഞാൻ കണ്ടു. പക്ഷേ അതിലൊരു പോയിന്റിനോട് എനിക്ക് കുറച്ച് വിയോജിപ്പുണ്ട്. അനാഥർക്ക് തങ്ങൾ അനാഥരാണെന്ന് തിരിച്ചറിയുന്ന നിമിഷത്തിലുണ്ടാകുന്ന വൈകാരിക ക്ഷോഭത്തെക്കുറിച്ച് പറഞ്ഞത് കുറച്ച് എക്സാഗറേറ്റഡ് ആയിപ്പോയി. പിന്നെ അവരിലുണ്ടാകുന്ന പെരുമാറ്റ വൈഷമ്യങ്ങൾ പ്രൊഫഷണൽ ഹെൽപ്പ് കൊണ്ട് മാത്രമേ മാറ്റാൻ കഴിയൂ എന്നും എനിക്ക് തോന്നുന്നില്ല. അത് സെമിനാറിൽ ഉരുത്തിരിഞ്ഞ പൊതുവായൊരു അഭിപ്രായമായിരുന്നു. മാത്രവുമല്ല, എനിക്കൊന്ന് രണ്ട് ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസും ഉണ്ട്. എനിഹൗ, നിങ്ങളുടെ സംരംഭം നന്നായി. ഇറ്റ്സ് എ നോവൽ വെഞ്ചർ. എനിക്ക് കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യാം. ഐ വിൽ ബി വിത്ത് യു. ആ, അതിരിക്കട്ടെ. അപ്പച്ചനെന്ത് പറയുന്നു? ഇപ്പോഴും കാലത്ത് ജോഗിങ്ങും ബോക്സിംഗും ഒക്കെ ഇല്ലേ? ഓ, ഇൻ ഫുൾ സ്വിംഗ്. പിന്നെ നീലഗിരി കഥകൾ ഇടയ്ക്കിടയ്ക്ക്. ട്രൈസ് ഡെയിലി. ആ, ഇതൊക്കെ. അശ്വതി കുട്ടി ഇപ്പൊ ഡാൻസ് പഠിക്കുന്നില്ലേ? ആ, ഞാൻ പ്രാക്ടീസ് ചെയ്യാ. ഓഹോ. അനാഥാലയത്തിന്റെ നടത്തിപ്പൊക്കെ കൂടി മോൾക്ക് വല്ലാത്ത ഭാരാവുന്നുണ്ടാവില്ലേ? ഒന്നുമില്ല ടീച്ചർ, എനിക്കത് ഇഷ്ടമാണ്. ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയാന്ന് വെച്ചാൽ
വല്ലാത്തൊരു സമാധാനമാണ്. എന്നാലും മോള് പഠിപ്പ് നിർത്തേണ്ടിയില്ലായിരുന്നു. പിന്നെ നിന്റെ കൂടെ കണ്ട ആ ഡോക്ടർ, എനിക്കറിയില്ല നിങ്ങളുടെ ബന്ധം എന്താന്ന്. പൊള്ളിയോ ടീച്ചർ? സാരില്ല. എന്തായാലും മോള് ശ്രദ്ധിക്കണം. വരും മോളെ, ഊണ് കഴിക്കാം. അയ്യോ വേണ്ട ടീച്ചർ, ഡാഡി കാത്തിരിക്കും. സാരമില്ല മോളെ, കുറച്ച് കഴിച്ചിട്ട് പോയാ മതി. ടീച്ചർ പിന്നെ ആർക്കാ വിളമ്പി കൊടുക്കുക? ആർക്കെങ്കിലും വിളമ്പിക്കൊടുത്ത് കാലം ഞാൻ മറന്നു. വിളമ്പട്ടെ മോളെ? വിളമ്പിക്കണോ ടീച്ചർ? എനിക്ക് നല്ല വിശപ്പുണ്ട്. വാ. പിന്നെ നമ്മുടെ ഷേക്കിന്റെ മോള് വരെ ഉണ്ടല്ലോ. മോളെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? നല്ല കിളി മാതിരി ഇരിക്കും. ഇവിടുത്തെ ഈ പരട്ട പെണ്ണുങ്ങളുമാരി ഒന്നല്ല, നമ്മുടെ പറയാണെന്നുള്ള. നമുക്ക് പിന്നെ അതൊക്കെ. എന്നിട്ട് ഇനി തോമസേട്ടൻ തിരിച്ചു പോകുന്നില്ല? അത് അവിടെ ജീവിച്ച് മടുത്തു മോനെ. പിന്നെ നമ്മുടെ ഇവിടുത്തെ ഫീലിംഗ് ഉണ്ടല്ലോ, അതവിടെ കിട്ടൂല. ചേട്ടൻ എന്നാ ബിസിനസ് കോട്ടയത്ത് തന്നെ തുടങ്ങിയ പോരെ? ഏയ്, കോട്ടയത്ത് നമ്മുടെ ബിസിനസിന് പറ്റിയ ഫീലിങ്സ് ഇല്ല. അവിടെ എല്ലാ കാര്യത്തിലും അപ്പച്ചങ്കരി ഉടക്കുകയും ചെയ്യും. പിന്നെ ഇവിടെയാണെങ്കിൽ നമ്മുടെ മാത്യൂസ് അങ്കിളും ഫാമിലിയും ഉണ്ടല്ലോ. ഏതായാലും തോമസ് ചേട്ടൻ ഇവിടുന്ന് പോകണ്ട. ഇവിടെ തന്നെ ബിസിനസിന് പറ്റിയ സ്ഥലം. ഞാൻ ഇവിടെ തന്നെ സെറ്റിൽ ചെയ്യാൻ പോവല്ലോടോ. ആ സെറ്റിൽമെന്റ് ഒക്കെ ഇങ്ങനെ പോയി നടക്കും. ഡോക്ടർ ഐസക് ആണെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. പിന്നെ ചേട്ടന്റെ ഈ മാതിരിയുള്ള ലൈനൊക്കെ ഡോക്ടർക്ക് അറിയുകയും ചെയ്യും. എന്ത് ഡോക്ടർ? അവനൊക്കെ കൊച്ചു പയ്യനല്ലേ. എന്റെ അപ്പച്ചനും അവന്റെ അപ്പച്ചനും എന്ന് വെച്ചാൽ ഞങ്ങളുടെ കുടുംബങ്ങളെ ഒരു വീട് പോലെ താമസിച്ച. അപ്പോ ലൂസിയെ ചേട്ടൻ നേരത്തെ പറഞ്ഞു വെച്ചതായിരിക്കും. അത് പോട്ടറ മോനെ, നമുക്കിട്ട് വേല വയ്ക്കാതെ. ഗ്ലാഡിയുടെ കാര്യം ഞാൻ അമ്മച്ചിയോട് പറയട്ടെ? പറഞ്ഞ ഇപ്പം എന്താ രണ്ടാളും കൂടി ഒരു സ്വകാര്യം? അല്ല, അവള് പറയായിരുന്നു അപ്പച്ചനും അമ്മച്ചിയും കൂടെ അവളുടെ കല്യാണക്കാരും ഒന്നും ശരിയാക്കുന്നില്ല. വേണ്ട, ഞാൻ പറയും. നിന്നെ കൊണ്ട് പറയിക്കണ്ടെന്ന് വെച്ചിട്ടല്ലേ ഞാൻ തന്നെ പറയാന്ന് വെച്ചത്. വേണ്ട, ഞാൻ തന്നെ പറഞ്ഞോളാം. മോള് ധൈര്യമായിട്ട് പോയി കിടന്നുറങ്ങിക്കും. ഞാൻ അപ്പച്ചനോട് പറയും. നീ ഒരു കാര്യം ചെയ്യ്, പോയി നമ്മുടെ രാഘവട്ടനോട് പറ. ഞാൻ ആരോടാ പറയുന്നത് കാണാം. ഓ, കാണാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഡോക്ടറിന് അല്പം ഫ്രീ ആണെന്ന് തോന്നുന്നു. ഡോക്ടർ നല്ല പണിയാണ് കാണിച്ചത്. അന്ന് വരാന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ. ഞാനും ഫ്രണ്ട്സും ഒക്കെ ചേർന്ന് ഒരു പാർട്ടിക്ക് അറേഞ്ച് ചെയ്ത് തന്നെ ഒന്ന് ട്രീറ്റ് ചെയ്യാൻ കാത്തിരിക്കുകയായിരുന്നു. കാലത്ത് വന്ന താൻ ബിസി, ഹോസ്പിറ്റലിൽ വന്ന അവിടെയും ബിസി. തന്നെ എപ്പോഴൊന്നും ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടുക? എന്തെങ്കിലും ഒന്ന് സംസാരിക്കടോ. ഇതിപ്പോ വല്ലാത്തൊരു ഫീലിങ്സ് ആയിപ്പോയല്ലോ. എന്തിനെ കുറിച്ച് സംസാരിക്കാന്? നമുക്കൊരു കോമൺ ടോപ്പിക് വേണ്ടേ? ഫീലിങ്സ് ആക്കാത്തളിയാ. അങ്കിൾ എവിടെ? ഓടാൻ പോയി കാണും. ഓ, ഈ അങ്കിളുടെ ഫീലിങ്സ് ഒരു വല്ലാത്ത ഫീലിങ്സാ. അല്ല, താൻ ഇനി തിരിച്ചു പോകുന്നില്ലേ? ഇവിടൊക്കെ ഇങ്ങനെ നടക്കാനാ ഭാവം? ഗൾഫിൽ കുറെ സമ്പാദിച്ചു, പിന്നെ അവിടെ ഒരു ഫീലിങ്സും ഇല്ലാതായി. ആ, തോമസ് ഇരിക്കൂ. എനിക്ക് വേറെ ചില ഫീലിങ്സ് തോന്നുന്നുണ്ട്. ടീച്ചർ ഐസക്കിനെ കുറിച്ച് എന്നോട് ചോദിച്ചു. ഞാനെല്ലാം പറഞ്ഞു. ഏതാ നിന്റെ ഈ ടീച്ചർ? അമ്മയില്ലാത്ത ദുഃഖം ഞാൻ മറക്കാൻ തുടങ്ങിയത് ടീച്ചറിനെ കണ്ടതിന് ശേഷമാ. ടീച്ചറിന്റെ അമ്മയാ. നീയൊന്ന് പറഞ്ഞാലല്ലേ? ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. നീ എന്നെനിക്ക് അവരെ പരിചയപ്പെടുത്തി തന്നോലുമില്ല. ശരിയാണ്, ഞാനതിന് മറന്നുപോയി. അതെങ്ങനെയാ? ടീച്ചറിനെ കണ്ട ഞാൻ എല്ലാം മറക്കും. നമുക്കൊരു ദിവസം ടീച്ചറിന്റെ അടുത്ത് പോവാം. ശരി. താനൊന്ന് ചുമ്മാ ഇരിക്കടോ പറയീസേ. എന്റെ മോന്റെ നേഴ്സിംഗ് ഹോമിനെ ബീറ്റ് ചെയ്യാൻ താനല്ല ദൈവം തമ്പുരാൻ തന്നെ മറ്റൊന്നും പറഞ്ഞാലും പറ്റില്ല. കാരണം അവൻ എന്റെ മോനാ, മനസ്സിലായോ? ഞാനൊന്നും പറഞ്ഞില്ലെന്റെ അപ്പോ, ഒരു ബിസിനസ് പറഞ്ഞു എന്ന് മാത്രം. കണ്ണി കണ്ട അനാഥർക്കൊക്കെ ഫ്രീ ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് എന്ത് പുണ്യം കിട്ടാനാ? പണം മുടക്കി പഠിച്ചതല്ലേ. പണം മുടക്കി പഠിച്ചെങ്കിൽ ആർക്കാ ഛേദം? എന്റെ മോന്റെ ഇഷ്ടം അതാണെങ്കിൽ ഞാൻ ഈ നാട്ടുകാർക്ക് മുഴുവൻ ഫ്രീ ട്രീറ്റ്മെന്റ് നടത്തും. അതാണ് മാത്യു പോൾ. എനിക്ക് എന്റെ മോൻ സമ്പാദിച്ചിട്ട് ചുക്കും വേണ്ട. പതുക്കെ പോ സാറേ. വാ, കേറ്.
മെല്ലെ തിന്ന മുള്ളും തിന്നാ. അല്ല ഇതാരാ നമ്മുടെ ലൂസി അല്ലേ? അല്ല ഈ പിള്ളേരെയൊക്കെ സാറന്മാര് പറയാൻ തുടങ്ങിയാ നമ്മുടെ ഇര മുട്ടി പോവല്ലോ. കുറച്ച് ഭാഗ്യം വേണം. ഭാഗ്യമില്ലാതെ ദൈവം കുറച്ച് ദിവസം പിന്നാലെ കിടന്നിറങ്ങിയത്. മുറുക്കി പിടിച്ച വീണ് പോവും. ഇനി എങ്ങനെയാ വായിക്കാനും ഞാൻ നോക്കട്ടെ. ഞാൻ നിന്നെ കാണാനിരിക്കുകയായിരുന്നു. നീ ഇന്ന് വൈകിട്ട് എവിടെയായിരുന്നു? ഇന്ന് വൈകിട്ട് എവിടെയായിരുന്നു എന്ന്? ഞാൻ കോളേജിൽ. വൈകുന്നേരം കോളേജോ? ആ സ്പെഷ്യൽ ക്ലാസ്. ഓഹോ, നേരെ അവ ക്ലാസ്സിൽ പോകാത്ത നീയാണോ ഇനി സ്പെഷ്യൽ ക്ലാസ്? സത്യം പറ, ആരാവൻ? ആര്? നിന്റെ കൂടെ ഇന്നുണ്ടായിരുന്നവൻ. ആഹാ, അത് ടോണിയല്ലേ? ടോണിയോ? ഏത് ടോണി? കവി. കവിയോ? ഏതായി മഹാകവി ടോണി? കോളേജ് ലെക്ചറാ. ഓഹോ, ഇവനെയൊക്കെ ആരാ പഠിപ്പിക്കാനയച്ചത്? ആട്ടെ, എന്താ ഇവൻ പഠിപ്പിക്കുന്നത്? ജിയോളജി. ബികോമിന് സുവോളജി ഉണ്ടോ? എന്നെ പഠിപ്പിക്കുന്നില്ല. ഓഹോ, അപ്പൊ നിനക്ക് സ്പെഷ്യലായിട്ടുള്ള ക്ലാസ് ആയിരിക്കും. എന്നാൽ ഇനി മേലിൽ ഈ ചുറ്റിക്കറങ്ങിയിട്ടുള്ള സ്പെഷ്യൽ ക്ലാസ് ഒന്നും വേണ്ട കേട്ടോ. ഇനി സ്പെഷ്യൽ ക്ലാസ് ഒക്കെ ഇവിടെ വെച്ചാകാം. ഞാൻ അപ്പച്ചനോട് പറയാം. അയ്യോ ചേട്ടാ, അപ്പച്ചൻ അറിഞ്ഞോ? അപ്പച്ചൻ ഇനിയിപ്പോ അറിയാൻ തോന്നിയാ ഇങ്ങോട്ട് നോക്കി. ഞാൻ ഡാഡിയോട് ഒക്കെ പറഞ്ഞു. എന്നിട്ടോ? ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ ഡാഡി ചിരിച്ചു. ഇനി പരിഹസിച്ചതാ? ഏയ്, പരിഹസിച്ചൊന്നുമല്ല. ഡാഡി എന്നോട് വിവാഹക്കാര്യം പറയുമ്പോഴൊക്കെ ഞാൻ എതിർക്കാറുള്ളതാ. ഞാനിത് അങ്ങോട്ട് പറഞ്ഞപ്പോ ഡാഡിക്ക് തമാശ തോന്നിയിട്ടുണ്ടാവും. നമുക്ക് പോകണ്ടേ? അപ്പൊ ഇനി കല്യാണത്തിനുള്ള പണി അടിച്ചാൽ മതിയല്ലേ? മുത്തശ്ശൻ തന്നെ കുളിപ്പിച്ചാ മതി. ഇന്ന് മാധവമ്മ കുളിപ്പിക്കും, നാളെ മുത്തശ്ശൻ കുളിപ്പിച്ചിട്ടുണ്ട്. ഈ മുത്തശ്ശൻ എന്നും നാളെയാ. മാധവമ്മ കുളിപ്പിക്കണ്ട. മാധവമ്മ കുളിപ്പിച്ചാലേ ആ. കണ്ണിലൊക്കെ സോപ്പാക്കൂ. എന്ത് എരുവാ? ആ കണ്ണിൽ സോപ്പാകാതിരിക്കാൻ ഒരു വഴിയുണ്ട്. കണ്ണിങ്ങനെ ഇറുക്കി പിടിച്ചാ മതി. അതൊന്നും വേണ്ട. മുത്തശ്ശൻ തന്നെ കുളിപ്പിച്ചാ മതി. ആ എന്നാ മോള് ചെല്ലേ, മുത്തശ്ശൻ വരാം. എന്താ ഇത്ര രഹസ്യം? രഹസ്യമൊന്നുമല്ല, ഞാൻ അങ്കിളിനോട് പറഞ്ഞതാ. അങ്കിൾ തന്നോടൊന്നും സംസാരിച്ചില്ലേ? ഇല്ല. എന്താ കാര്യം? അല്ല, ലൂസിക്ക് ഒരു കല്യാണമൊക്കെ വേണ്ടേ? ഡാഡിയും മമ്മിയും പല കാര്യങ്ങളും എനിക്ക് വേണ്ടി ആലോചിച്ചതാ. പക്ഷെ ഞാൻ അതിനൊന്നും സമ്മതിച്ചിട്ടില്ല. അതെന്താ? അല്ല, ലൂസിയെ കെട്ടിക്കൊള്ളുന്നുണ്ട്. ഓ, അത് ശരി. അതൊക്കെ ഇവിടെ നിന്ന് സംസാരിക്കേണ്ട കാര്യമാണോ തോമസ്? അപ്പച്ചനും അമ്മച്ചിയൊക്കെ ഉള്ളപ്പോ ആരെങ്കിലും മുതിർന്നവർ സംസാരിക്കട്ടെ. അതാവാം, പക്ഷെ തന്റെ ഇഷ്ടം. എന്റെ ഇഷ്ടം അവിടെ നിൽക്കട്ടെ. അപ്പച്ചനും അമ്മച്ചിയും പിന്നെ ലൂസി എന്താ പറയാനെന്ന് നോക്കട്ടെ. അവളുടെ ഇഷ്ടത്തിനെതിരായിട്ട് ഞാനൊന്നും പറയില്ല. അവൾക്ക് ഇഷ്ടക്കേടുണ്ടാവും തോന്നുന്നില്ല. ശരി, നമുക്ക് സംസാരിക്കാം. ഞാൻ അന്വേഷിച്ചു. നല്ല പയ്യനാണ് ടോണി. പിന്നെ സാമ്പത്തികമായിട്ട് വലിയ സ്ഥിതിയൊന്നുമില്ല. അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. അവന് നല്ലൊരു ജോലിയുണ്ട്. പിന്നെ ദുസ്വഭാവങ്ങളൊന്നുമില്ല. അവന് നമ്മെ ഇഷ്ടമാണെങ്കിൽ പിന്നെ എന്തിനാ വൈകുന്നത്? അപ്പച്ചനെല്ലാം നിനക്കല്ലേ വിട്ടു തന്നിരിക്കുന്നത്. നിന്റെ ഇഷ്ടം പോലെ ചെയ്തു. അല്ല, അവളെവിടെ? നേരത്തെ ഉറങ്ങിയോ? ആവോ, ഒരു പുസ്തകമായിട്ട് ഇവിടെ നടന്നിരുന്നു. എനിക്ക് സമ്മതമായ പോരല്ലോ. ഐസക്കിന്റെ അഭിപ്രായം അറിയണ്ടേ? ഈ വിവാഹം എന്നൊക്കെ പറയുന്നത് ഒരു നിയോഗമാണ്. എന്റെ കാര്യം തന്നെ എടുക്കാം. 48 എസ്റ്റേറ്റിൽ അപ്പച്ചനെ സഹായിക്കാൻ എത്തുകയാണ് ഞാൻ. അവിടുന്നാണ് കഥ തുടങ്ങുന്നത്. അപ്പച്ചൻ അമ്മച്ചെ കണ്ടുമുട്ടിയ കഥ പറയാവോ അല്ലേ? തോമസ് ഇതാദ്യമായിട്ട് കേൾക്കോ? ആ മോൻ വാ. തോമസ് ലൂസിയുടെ കല്യാണക്കാര്യം പറയായിരുന്നു. നീ എല്ലാം മോൻ തീരുമാനിച്ചാ മതി. ഇനി ഐസക്കിന്റെ അഭിപ്രായം കൂടി അറിയാനുള്ളൂ. ഞാൻ സമ്മതിച്ചുകൊണ്ടായില്ലല്ലോ, ലൂസി കൂടി സമ്മതിക്കണ്ടേ? ഓ, ലൂസി എന്ത് സമ്മതിക്കാൻ? ഈ കാര്യത്തിൽ ലൂസിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ലൂസി എന്നോട് അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. അതൊക്കെ താൻ എന്നെ ഫീലിങ്സ് ആക്കാൻ പറയല്ലേ? തനിക്ക് എന്നോട് എന്തോ ദേഷ്യമുണ്ട്. സത്യം പറഞ്ഞാൽ തോമസിനോട് എനിക്ക് ഒരു ദേഷ്യവുമില്ല. നമ്മുടെ ഇപ്പോഴത്തെ ഈ സൗഹൃദം തുടരുകയും ചെയ്യാം. എന്റെ അനിയത്തിയെ തോമസ് വിവാഹം കഴിക്കുന്നത് എനിക്കിഷ്ടമല്ല. എനിക്കെന്നല്ല, ലൂസിക്കും. കാരണം ഞാനെന്തിനാ പറയുന്നത്? തോമസിന് അറിയാമല്ലോ. എന്നാലും തോമസ് ഏട്ടാ, ഇത് വല്ലാത്ത നാണക്കേടായി. ചേട്ടനെ ഒന്നിനും കൊള്ളാഞ്ഞിട്ടാണ്. ആ പെണ്ണിന് ചേട്ടനോട് തന്നെയാ കാര്യം. എന്നാലും
അവൻ ഇത്ര ഇൻഡീസെന്റ് ആയിട്ട് പെരുമാറുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ചേട്ടൻ ഫീലിങ്സും പറഞ്ഞോണ്ടിരുന്നു. പെണ്ണിനെ ആമ്പിള്ളേര് തട്ടിക്കൊണ്ടു പോകും. ചേട്ടന് ചുണയുണ്ടോ? ഉണ്ടെങ്കിൽ പോയി അവനോട് 2 വാക്ക് പറഞ്ഞ് ആ പെണ്ണിനെ ഇങ്ങോട്ട് ഇറക്കിക്കൊണ്ട് വരാൻ നോക്ക്. എടോ ഐസക് പോൾ, തന്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്തപ്പോൾ അറിഞ്ഞത് താൻ ഇവിടെ സേവിക്കണമെന്ന്. അതെടോ, ഞാൻ കുടിച്ചിട്ടുണ്ട്. താൻ എന്താണോ പറഞ്ഞത്? തന്റെ പെങ്ങളെ എനിക്ക് കെട്ടിച്ചേരൂലെന്ന്. തനിക്ക് ഏതാടോ പെങ്ങള്? ലൂസി തന്റെ പെങ്ങളല്ല. മാത്യു പോളില്ലേ, തന്റെ അപ്പച്ചൻ. അങ്ങേര് നീലഗിരിയിൽ എസ്റ്റേറ്റ് നടത്തിയിരുന്ന കാലത്ത് തന്നെ ദത്തെടുത്തതാ. വിശ്വാസം വരുന്നില്ല അല്ലേ? അപ്പച്ചന്റെ പുന്നാരവാനല്ലേ? പോയി ചോദിക്ക്. അതെങ്ങനെയാ? അവർക്ക് തന്നെ അറിഞ്ഞൂടെ തന്റെ തന്തയും തള്ളേ ആരാണെന്ന്. അവന്റെ പെങ്ങളാണ് പോലും. തന്തയും തള്ളയില്ലാത്ത അവന്റെ ഒരു അപ്പച്ച. ആ മോനെന്താ നേരത്തെ? അപ്പച്ച, അപ്പച്ചൻ എന്നോട് സ്നേഹമുണ്ടോ? എന്താ സംശയം? എങ്കിൽ എന്നോട് സത്യം പറയണം. ഞാൻ ആരുടെ മോനാ? നീ ആരുടെ മോനാണെന്നോ? എന്റെ മോൻ. അപ്പച്ചനൊന്നും മറക്കരുത്. എനിക്കെല്ലാം അറിയാം. ഐ വോണ്ട് ടു നോ ഇറ്റ്. പ്ലീസ്. ഞാനൊരു അനാഥനാണ്. നോ. ഞാനൊന്നും ഒളിച്ചു വെക്കുന്നില്ല. എല്ലാം പറയാം. നിന്നെ ഞങ്ങൾ ദത്തെടുത്താണ്. വിവാഹം കഴിഞ്ഞ് ഏറെ വർഷങ്ങളായിട്ടും ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായില്ല. അതുകൊണ്ട് ഫാദർ സേവറിന്റെ സഹായത്തോടെ നിന്നെ ഞങ്ങൾ ദത്തെടുത്തു. അന്നുവരെ നീ ഒരു അനാഥനായിരുന്നു. എന്റെ അച്ഛനാരാണ്? എന്റെ അമ്മയാരാണ്? നിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് അല്ലാതെ മറ്റൊന്നും എനിക്കറിയാൻ പാടില്ല. നിന്റെ അച്ഛനമ്മമാരെ കുറിച്ച് ഫാദർ സേവറിന് മാത്രമേ അറിയൂ മോനെ. ചേട്ടൻ എങ്ങോട്ടാ? ഞാൻ എല്ലാം അറിഞ്ഞു. അപ്പച്ചന്റെ തേങ്ങനെ കേട്ടുകൊണ്ടാണ് ഞാനും ഉണർന്നത്. അപ്പച്ചൻ കരയുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുന്നു. ചേട്ടൻ എന്തിനാ ഇങ്ങനെ? എനിക്ക് അന്വേഷിക്കാതിരിക്കാനാവില്ല മോളെ. എനിക്ക് അവരെ കണ്ടെത്തണം. ചേട്ടൻ എപ്പോഴാ വരിക? ഞാൻ വരും. സേവിയറച്ചൻ മരിച്ചിട്ടിപ്പോ 3 വർഷം കഴിഞ്ഞു. ഡോക്ടർ എവിടുന്ന? സേവിയറച്ചനുമായി എങ്ങനെ പരിചയം? സേവിയറച്ചനെ കണ്ട് ഞാൻ ആരാണെന്ന് ചോദിച്ചറിയാൻ ഏറെ ദൂരെ നിന്ന് ഓടിയെത്തിയവനാണ് ഞാൻ. പക്ഷെ ഇപ്പോൾ എന്നെ ഇപ്പൊ ആർക്കും മനസ്സിലാവില്ല. ബിക്കോസ് ഐ എം ഇൻ സെർച്ച് ഓഫ് മൈ ബയോളജിക്കൽ ഐഡന്റിറ്റി. അതൊക്കെ ശരി. പക്ഷേ നമ്മൾ എവിടെ വെച്ച് തുടങ്ങും? ഞാൻ അതാണ് ഐസക് ആലോചിക്കുന്നത്. എന്റെ കയ്യിൽ ഡേറ്റ് ഓഫ് ബർത്ത് അല്ലാതെ മറ്റൊരു അറിവുമില്ല. വഴിയുണ്ട്. ഞാൻ ഹോസ്പിറ്റൽ രജിസ്ട്രേഷൻ എല്ലാം തരട്ടെ. ആ, ഐസക് നാട്ടിലേക്ക് പോവില്ലേ? വേണുവിനെ കണ്ടാൽ സൺഡേ എന്നെ ഒന്ന് കാണാൻ പറയാം. ശരി. എന്തെങ്കിലും ക്ലൂ കിട്ടിയാൽ രായത്തൻ ഡയൽ ചെയ്യാം.
ഞാൻ ഉടനെ എത്താം. അതിന് ഐസക് എന്ത് ചെയ്യാനാ? ഐസക് അറിഞ്ഞോണ്ട് കള്ളം പറഞ്ഞിട്ടില്ലല്ലോ. സത്യം അസത്യമൊന്നും അല്ല ഇവിടെ പ്രശ്നം. ഹീസ് ആൻ ഓർഫൻ. എനിക്കറിയാം ഡാഡി, അനാഥരെല്ലാ കാലത്തും ആരുമില്ലാത്തവരായിരിക്കണമെന്നില്ലല്ലോ. വാദിക്കാനൊന്നും ഞാനില്ല. ഞാനിപ്പോ പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ല. മോളൊന്ന് സാവകാശം ആലോചിക്കുക. എനിക്കൊന്നും ആലോചിക്കാനില്ല. എല്ലാം ആലോചിച്ചിട്ടാണ് ഞാൻ ഡാഡിയോട് പറഞ്ഞത്. അപ്പച്ചൻ ചായ പോലും കുടിച്ചില്ല. മോൻ ഇന്നും വന്നില്ലെങ്കിൽ ചേട്ടൻ വരും അമ്മച്ചി. പാവം ചേട്ടൻ എന്ത് വിഷമിക്കുന്നുണ്ടാവും. മോള് പോയി അപ്പച്ചൻ എഴുന്നേറ്റ് നോക്ക്. പറഞ്ഞാലും മനസ്സിലാവാത്ത സ്ഥിതിയിലാണ്. അപ്പച്ചനെ കാണുമ്പോ സങ്കടം തോന്നുന്നു. അപ്പച്ചൻ ഒരു പ്രാവശ്യമെങ്കിലും നീലഗിരിയിലെ കഥ പറയുന്ന കേൾക്കാൻ കൊതിയായി തുടങ്ങി. വീട്ടിലേക്ക് പോകാൻ പേടി തോന്നുന്നു. നിങ്ങൾ എല്ലാരും കൂടി ഇങ്ങനെ തുടങ്ങിയ എങ്ങനെ? കുറച്ചൊക്കെ സഹിക്കണ്ടേ? ചേട്ടൻ കണ്ടിട്ട് എത്ര ദിവസമായെന്നറിയോ? ചേട്ടൻ എവിടെ പോവാനാ? മോനുന്റെ പെരുന്നാളിന് മോനുന്റെ അമ്മ ചോറ് വിളമ്പിയിട്ട് തലയില് വെള്ളം കൊണ്ട് പട്ടം വരച്ചു. എന്നിട്ട് തലയിലും ചെവിയിലും തുളസിപ്പൂ വെച്ചുകൊടുത്ത്. അതെന്തിനാ മുത്തശ്ശ? അങ്കിൾ അങ്കിളിനറിയോ, അങ്കിളിന്റെ അമ്മ പെരുന്നാളിന് ചെവിയിൽ പൂ വെച്ചു തരാറുണ്ടോ? അശ്വതി അപ്പുറത്തേക്ക് പോ. പോകാനല്ലേ പറഞ്ഞത്? എന്താ പ്രൊഫസർ ഇത്? പ്രൊഫസർ വിളിച്ചിരുന്നുവെന്ന് പറഞ്ഞു. അതെ, ഐസക് ഈയിടെയായി ഹോസ്പിറ്റലൊന്നും ശ്രദ്ധിക്കാറില്ല അല്ലേ? ചെറിയൊരു കാരണം ഉണ്ടായി, ശരി തന്നെ. പക്ഷെ ഊതിപ്പെരിപ്പിച്ച അതൊരു വലിയ കാരണമാവും. തനിക്ക് കുറെ കടമകളുണ്ട്, അത് മറക്കരുത്. എനിക്കൊരല്പം സമയം തരൂ പ്രൊഫസർ. ഐ വിൽ കം ബാക്ക്. ഞാൻ തിരിച്ചു വരും. മുത്തശ്ശൻ വഴക്ക് പറഞ്ഞതിന് കരയ്യ? കുട്ടിക്ക് അറിയാഞ്ഞിട്ടല്ലേ ചോദിച്ചത്, അമ്മ ഇല്ലാഞ്ഞിട്ടല്ലേ. ഐസക് എന്തിനാ എന്നിൽ നിന്ന് ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നത്? എനിക്കറിഞ്ഞൂടെ ഗ്ലാഡിയ. ഒരുപക്ഷെ എന്റെ ഈ തിരച്ചിലിനിടയിൽ എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെട്ടേക്കും. എനിക്കേറെ ഒന്നും ആഗ്രഹിക്കാനാവില്ല. ഞാനൊരു അനാഥനാണ് കുട്ടി. ഐസക്കിന്റെ പാരമ്പര്യത്തില്ല ഞാൻ സ്നേഹിച്ചത്. പിന്നെ ഞാനൊരു കഥ പറയട്ടെ. കുട്ടിക്കാലത്ത് നീറുറുമ്പോൾ പൊതിഞ്ഞ കള്ളിച്ചെടികൾ കാണുമ്പോൾ എനിക്ക് കരച്ചിൽ വരുമായിരുന്നു. നിറയെ മുൾമുനകളും പേർ ജീവിക്കാൻ വിധിക്കപ്പെട്ട പാവം ചെടികൾ. എനിക്കപ്പോഴൊക്കെ മുൾമുടി അണിഞ്ഞ കർത്താവിന്റെ രൂപം ഓർമ്മ വരും. അന്നൊക്കെ ഒറ്റയ്ക്കിരുന്ന് വെറുതെ കരയുമായിരുന്നു. വലുതായപ്പോ സ്വന്തം ദുഃഖം പോലും മറന്നു, കരയാൻ പോലും. എന്നെ ഒറ്റയ്ക്കാക്കല്ലേ ഐസക്. എനിക്കിനി കരയാൻ പോലും ആവില്ല. ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നോക്കി ഹോസ്പിറ്റൽ രജിസ്റ്റേഴ്സിൽ നിന്നും അന്നേ ദിവസം അഡ്മിറ്റ് ചെയ്തിട്ടുള്ള 3 ഡെലിവറി കേസുകളാണ് കിട്ടിയിട്ടുള്ളത്. അതിലൊരു കേസ് അനാഥാലയത്തിൽ നിന്ന് കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തിട്ടുള്ള. അത് തന്നെ ആവാനാണ് സാധ്യത. അനാഥാലയത്തിന്റെ പേര് ചാരിറ്റബിൾ ഓർഫനേജ് എന്നാണ്. പക്ഷേ അങ്ങനെ ഒരു അനാഥാലയം
ഇപ്പോഴവിടെ ഇല്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? അല്ല, ഈ അനാഥാലയം പണ്ട് ഒരു കേസിൽ കുടുങ്ങിയിട്ട് പൂട്ടിയതായി അറിഞ്ഞു. പക്ഷേ ആർക്കും ഡീറ്റെയിൽസ് അറിയില്ല. നമുക്ക് പത്രമാഫീസിൽ ചെന്ന് പഴയ ലക്കങ്ങൾ നോക്കാം. വല്ല തുമ്പും കിട്ടാതിരിക്കില്ല. വരൂ. ഐ ആം ഐസക്. ആ, അഡ്വക്കേറ്റ് രാജഗോപാൽ വിളിച്ച് പറഞ്ഞിരുന്നു. ഇരിക്കൂ. എന്താ പ്രശ്നം? എനിക്ക് പത്രത്തിന്റെ കുറെ പഴയ ലക്കങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഏത് പീരീഡിലെ കോപ്പീസാണ് വേണ്ടത്? അത് വ്യക്തമായി പറയാൻ പറ്റില്ല. എങ്കിലും ഒരു 10-15 വർഷത്തെ വേണ്ടി വരും. ഒരു വേഗ് സെർച്ചാണ്. എന്തെങ്കിലും കണ്ടെത്താനാകുമോ എന്നുകൂടി എനിക്കറിയില്ല. ഇത്രയും കൊല്ലത്തെ ലക്കങ്ങൾ മൈന്യൂട്ടായിട്ട് തിരയാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് പ്രാക്ടിക്കലി വെരി ഇമ്പോസിബിൾ. എന്നാലും ശ്രമിച്ചു നോക്കൂ. ഞാൻ അറേഞ്ച് ചെയ്യാം. റിസപ്ഷനിലേക്ക് ചെല്ലു. താങ്ക് യു, സാർ. എന്താ ഡോക്ടർ, വല്ല ന്യൂസും സ്പോട്ട് ചെയ്യാൻ കഴിഞ്ഞോ? നോ, നത്തിങ്. വിഷമമില്ലെങ്കിൽ എന്താണ് കാര്യമെന്ന് പറയും. നീലഗിരിയിൽ ചാരിറ്റബിൾ ഓർഫണേജ് എന്ന പേരിൽ ഒരു അനാഥാലയം പ്രവർത്തിച്ചിരുന്നു. ഒരു കോർട്ട് ഓർഡർ വഴി അതിന്റെ പ്രവർത്തനം ബാൻ ചെയ്യാനുണ്ടായത്. എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് അറിയണം. ചാരിറ്റബിൾ ഓർഫനേജ്? ഞാൻ അങ്ങനെ ഒരു സ്ഥാപനത്തെ കുറിച്ച് കേട്ടിട്ടില്ല. പിന്നെ ഞാനിവിടെ വന്നിട്ട് അധികം നാളായിട്ടില്ല. ആ, ഞാനൊരു വഴി പറയാം. റിട്ടയർഡ് എഡിറ്റർ മിസ്റ്റർ ജോർജിനെ ഒന്ന് കണ്ടുനോക്കൂ. എനിക്ക് ഓർമ്മയുണ്ട്. 10-12 വർഷം മുമ്പാണ് നടത്തിപ്പിലെ ക്രമക്കേടുകളെ കുറിച്ച് ആദ്യമേ പരാതികളുണ്ടായിരുന്നു. പെട്ടെന്നാണ് കുറെ ഷോക്കിംഗ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് പുറത്തു വന്നത്. പിന്നെ പബ്ലിക് മൂവ്മെന്റ് ഉണ്ടായി. കോർട്ട് ഇടപെട്ടു. ത്രേസ്യ ഗീവർ അറസ്റ്റിലായി. അവരിപ്പോ അടുത്ത ദിവസം ശിക്ഷ കഴിഞ്ഞ് പുറത്തു വന്നിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. അവരെ കണ്ടാൽ മിസ്റ്റർ ഐസക്കിന് ഡീറ്റെയിൽസ് വല്ലതും കിട്ടിക്കൂടുന്നില്ല. ബട്ട് അവരൊരു വല്ലാത്ത പ്രകൃതക്കാരിയാണ്. ഐസക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അവരെവിടെയാണ് താമസിക്കുന്നതെന്ന് അറിയാമോ? എക്സാക്റ്റ് ആയിട്ട് അറിഞ്ഞുകൂടാ. അവർ നീലഗിരി തന്നെയാണ്. ഷീ ഹസ് ഗോട്ട് എ നമ്പർ. ടെലിഫോൺ ഡയറക്ടറി നോക്കിയാൽ ചിലപ്പോൾ കണ്ടുപിടിക്കാൻ കഴിഞ്ഞേക്കും. താങ്ക് യു, സർ. ഇവിടെ എസ്റ്റേറ്റ് നടത്തിയിരുന്ന ശ്രീ മാത്യു പോൾ 1956 ഈ അനാഥാലയത്തിൽ നിന്ന് ഒരു കുട്ടിയെ ദത്തെടുത്തു. എനിക്ക് ആ കുട്ടിയുടെ മാതാപിതാക്കളുടെ ഡീറ്റെയിൽസ് അറിയണം. എനിക്ക് എന്റെ അച്ഛനമ്മമാരെ കുറിച്ച് അറിയണം. അച്ഛനമ്മമാരെ കുറിച്ച് അറിയണം. എന്നിട്ട് നിങ്ങൾക്ക് പൈതൃകത്തെ കുറിച്ച് അഹങ്കരിക്കണം. ഇല്ല, എനിക്കറിയാമെങ്കിലും ഞാനത് പറഞ്ഞു തരില്ല. എന്നോട് എന്തിനാണ് ഇങ്ങനെ ഹാർഷാവുന്നത്? കഴിയുമെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കൂ. കാരണം അച്ഛനമ്മമാരെ പറ്റി അറിഞ്ഞാൽ ഇവിടെ നിന്നും തിരിച്ചു പോകുമ്പോൾ നിങ്ങളുടെ മുഖത്ത് പൈതൃകം വീണ്ടു കിട്ടിയ അഹന്തയായിരിക്കും. അത് പാടില്ല. ആരും അങ്ങനെ പൈതൃകത്തെ കുറിച്ച് ഓർത്ത് അഹങ്കരിക്കണ്ട. എന്റെ അമ്മ ഒരു വേശ്യയായിരുന്നു. തന്തയില്ലാത്തവളായിട്ടാണ് ഞാൻ വളർന്നത്. 12ാമത്തെ വയസ്സിൽ ഞാൻ എത്തിപ്പെട്ടത് ഒരു വേശ്യാലയത്തിലായിരുന്നു. ഞാൻ ചെയ്തത് എന്താണെന്നല്ലേ? വേശ്യകളുടെ കുട്ടികളെ, പിഴച്ചു പിറന്ന കുട്ടികളെ, തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട കുട്ടികളെ,
എല്ലാം എടുത്തു വളർത്തി. എന്നിട്ട് സമ്പന്നന്മാർക്ക് വിറ്റു. എന്റെ അനാഥാലയത്തിൽ നിന്ന് ദത്തെടുക്കപ്പെട്ട കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളുടെ വിവരം ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല. എല്ലാം ഞാൻ നശിപ്പിച്ചു. കരുതിക്കൂട്ടി. എനിക്ക് നിങ്ങൾ ആരാണെന്നല്ലേ? ഒരു വേശ്യയുടെ മകനാവാം, അല്ലെങ്കിൽ പിഴച്ചുപറ്റതാവാം. മോൾക്ക് ദുഃഖം ഉണ്ടാവും, ശരിയാണ്. എന്നെങ്കിലും മോൾക്ക് ദുഃഖം സഹിക്കാൻ കഴിയാതെ ആവുമ്പോ ടീച്ചറിന്റെ ഇതുവരെ പറയാത്ത കഥ ടീച്ചർ പറഞ്ഞുതരാം. അത് കേട്ട് കഴിയുമ്പോ മോൾക്കെല്ലാം സഹിക്കാനാവും. ഐസക്കിന്റെ ഈ ഭ്രാന്തമായ ആവേശം എപ്പോഴാ കെട്ടടങ്ങാന്നറിയില്ല. ഇതിനു മുമ്പ് ഒരിക്കലും ഡാഡി എന്നോട് കണിശമായി പെരുമാറിയിട്ടില്ല. പക്ഷെ ഇപ്പോ എല്ലാവർക്കും സ്വന്തം എന്നത് പ്രിയങ്കരമാണ്. ഗ്ലാഡിമോളുടെ ഡാഡിക്ക് മോള് സ്വന്തമാകണം. ഐസക്കിന് സ്വന്തം അച്ഛനമ്മമാരെ കാണണം. എല്ലാവർക്കും വേണം ആരെങ്കിലുമൊക്കെ സ്വന്തമായിട്ട്. പക്ഷെ ടീച്ചർ, ഒന്ന് സ്വന്തമായി തീരുമ്പോ മറ്റൊന്ന് നഷ്ടപ്പെടാന്ന് വന്നാൽ ആ നഷ്ടത്തിനെയും സ്വന്തമാക്കണം. നീ ദുഃഖിക്കണമെന്നല്ല പറയുന്നത്. ജീവിതം വളരെ വിചിത്രമാണ്. ഒരിക്കലും അതിന് വഴങ്ങരുത്. എല്ലായ്പ്പോഴും പൊരുതി നിൽക്കണം. ലൂസിക്കുഞ്ഞ് എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. എന്താ ലൂസിക്കുഞ്ഞ് ഇങ്ങനെ? ഇടയ്ക്കൊക്കെ രാഘവേട്ടനെ വഴക്കെങ്കിലും പറ. ലൂസിക്കുഞ്ഞിന്റെ ഐസക് സാറിന്റെ വഴക്ക് കേൾക്കാനാ രാഘവേട്ടൻ ഇവിടെ നിൽക്കുന്നത്. രാഘവേട്ടന് വേറെ ആരാ ഉള്ളത്? ഞാൻ ഓരോന്നും ആലോചിച്ച് വിഷമിച്ചിരിക്കാവുണ്ടല്ലേ. രാഘവേട്ടൻ വിചാരിച്ചത് രാഘവേട്ടൻ മാത്രമേ പാവുള്ളൂ. എല്ലാവരും പാവങ്ങളാ. ലൂസിക്കുഞ്ഞ് അറിയൂ, ഐസക് സാർ കുഞ്ഞായിരുന്നപ്പോ രാഘവേട്ടൻ മാത്രം ഉണ്ണിന്നാ വിളിച്ചിരുന്നേ. എന്റെ രാഘവേട്ടന്റെ ഉണ്ണി രാഘവേട്ടന്റെ തോളോളം മാറുന്നു. വലിയ ഡോക്ടറായപ്പോ രാഘവേട്ടൻ സാറേന്ന് വിളിക്കാൻ തുടങ്ങി. എന്റെ ഉണ്ണി പോയതിൽ എനിക്ക് വിഷമമില്ലെന്നാണ്. പക്ഷെ നമ്മളെ വിട്ടിട്ട് അവൻ എവിടെയും പോവില്ല. എന്റെ ഉണ്ണി വരും. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും സംഘടിപ്പിക്കാനായില്ല. പക്ഷേ നമുക്കൊരു തുമ്പ് കിട്ടിയിട്ടുണ്ട്. കണ്ടുകെട്ടിയ അനാഥാലയത്തിന്റെ റെക്കോർഡുകളിൽ നിന്നും നിന്റെ അമ്മയുടെ പേര് കിട്ടിയിട്ടുണ്ട്. അവരുടെ പേര് സാറാ തോമസ് എന്നാണ്. സാറാ തോമസ്. അവരൊരു കോളേജ് അധ്യാപികയായിരുന്നു. അതുകൊണ്ട് നമുക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിനെ അപ്രോച്ച് ചെയ്യാം. അച്ഛനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ രജിസ്റ്ററിൽ കാണുന്നില്ല. രജിസ്റ്ററിൽ കോളേജിന്റെ അഡ്രസ് ഒന്നുമില്ല. ഇല്ല, അവർ കൊടുത്തിരുന്നത് അനാഥാലയത്തിന്റെ അഡ്രസ്സാണ്. ഐസക് നാട്ടിലേക്ക് പോയിക്കോളൂ. ഞാൻ എത്രയും വേഗം എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെടാം. ശരി. ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞതല്ലേ, ഈ കാര്യത്തിൽ മോൾ എന്നെ അനുസരിക്കണം. എന്തൊക്കെയായാലും എന്റെ മോളെ ഞാൻ ഒരു അനാഥന് കൊടുക്കില്ല. ഡാഡിയെ ഞാൻ അനുസരിക്കാം. പക്ഷേ ഐസക് ഇല്ലെങ്കിൽ എനിക്കൊരു വിവാഹ ജീവിതമില്ല. ഞാൻ കർത്താവിന്റെ മണവാട്ടിയാകും ഡാഡി. ഡാഡിയല്ലേ പറഞ്ഞ് എനിക്ക് സെലക്ഷൻ അറിഞ്ഞൂടാന്ന്. ദാ നോക്ക്, എന്ത് മാറ്റാ. ഇതാർക്കാ ഒരു കുഞ്ഞുടുപ്പ്? ഇത് ഡാഡിക്കാ? പാക്ക് ചെയ്തപ്പോ അറിയാതെ പെട്ടതായിരിക്കും. ഇതെന്തിനാ ഡാഡി? നമുക്ക് ഇത് തിരിച്ചു കൊടുക്കാം. 6275. ഡാഡി എന്റെ ബില്ല് പേ ചെയ്തോളാം. ഇനി ഇത് തിരിച്ചു കൊടുക്കണ്ട.
എന്നിട്ട് എന്തിനാ? ഡാഡിക്ക് കൊടുക്കാനാ? അത് ഡാഡിയുടെ മോൾക്കൊരു കുഞ്ഞുണ്ടാകുമ്പോ അവക്ക്. അത് അവനാണെങ്കിലോ ഡാഡി? ഞാൻ കർത്താവിന്റെ മണവാട്ടിയാവും ഡാഡി. മോളെ മോള് കർത്താവിന്റെ മണവാട്ടിയാവണ്ട. മോളുടെ ഇഷ്ടത്തിനൊരായി ഡാഡി ഒന്നും ചെയ്യില്ല. ഡാഡിക്ക് മോളോട് ദേഷ്യമുണ്ടോ?
അഡോപ്ഷൻ ഡിഗ്രിയുടെ കോപ്പി സംഘടിപ്പിക്കാൻ വളരെ വിഷമിച്ചു. ഇനിയിപ്പം ഡയറക്ടറേറ്റ് ഓഫ് കോളേജിയേറ്റ് എഡ്യൂക്കേഷൻ നോക്കിയാൽ അറിയാം ഏത് കോളേജിലാണ്. പ്ലീസ് രാജേട്ടൻ, നാളെ തന്നെ ഡയറക്ടറേറ്റ് ഓഫ് കോളേജിയേറ്റ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെടണം. സത്യം പറഞ്ഞാൽ ഞാനിപ്പോ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെയാണ്. എനിക്ക് തീരെ ക്ഷമയില്ല. താനിങ്ങനെ ടെൻഡർ ആയാലോ, അല്പമൊക്കെ സഹനശക്തി വേണ്ടേ? ഏതായാലും നാളെ നമുക്ക് ആഫ്റ്റർ 4:30 മീറ്റ് ചെയ്യാം വീട്ടിൽ. നാട്ടിൽ വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലല്ലോ. ധാരാളം. പക്ഷേ ഞാനൊന്നും ശ്രദ്ധിക്കാനുള്ള മൂഡിലല്ല. ഏതായാലും നമുക്ക് നാളെ മീറ്റ് ചെയ്യാം. 8:30 എനിക്കൊരു അപ്പോയിന്റ്മെന്റ്. എന്നാൽ രാജേട്ടൻ പൊയ്ക്കോളൂ. ഞാനിവിടെ തന്നെ കുറെ നേരം കൂടി ഇരിക്കും. Till it gets crowded. നീ എന്തിനാ ഇങ്ങനെ അടച്ചുപൂട്ടി ഇവിടെ ഇരിക്കണേ? എന്താ ഇനി കോളേജിലൊന്നും വരുന്നില്ലേ? ചേട്ടൻ പോയിട്ട് എത്ര ദിവസമായി? അപ്പച്ചന്റെ സ്ഥിതി നീ കണ്ടില്ലേ? പിന്നെ ടോണിയുടെ അപ്പച്ചനെന്ന് വെച്ചാ എന്റെയും കൂടെ അപ്പച്ചനല്ലേ? അപ്പച്ചൻ എന്ത് ചെയ്യാനാ? ഒക്കെ നിശ്ചയിച്ചുറപ്പിച്ചല്ലേ? പിന്നെ അപ്പച്ചൻ പറയണത് കേട്ടിട്ട് ടോണിച്ചൻ എന്തിനാ പേടിക്കണത്? എല്ലാം എന്റെ ഭാഗ്യം തന്നെ. നിന്റെ ഭാഗ്യത്തിന് ഒരു കുഴപ്പമില്ല. നീ വെറുതെ കിടന്ന് തുള്ളാതിരിക്കും. ടോണി എന്താ പറഞ്ഞത്? എന്ത് പറയാനാ? ആണുങ്ങളായ കുറച്ച് ചുണ വേണം. എന്താ അച്ഛന്റെ ഭാവം? ഇതൊന്ന് പ്രിപ്പയർ ചെയ്യണം, നാളെ ക്ലാസ് എടുക്കാനുള്ളതാ. ഒരു പ്രിപ്പറേഷൻ അതല്ല ഞാൻ ചോദിച്ചത്. ലൂസി എന്ത് ചെയ്യാനാ ഭാവം? കല്യാണം കഴിക്കാൻ. എന്നിട്ട് പിന്നെ അപ്പച്ചൻ പറയുമ്പോ എങ്ങനെ ചൂടുന്ന എന്തിനാ? അപ്പച്ചൻ പറയട്ടെ ബുദ്ധൂസേ, കള്ളിറങ്ങിയ അപ്പച്ചൻ പറച്ചിൽ നിർത്തും. അതിന് ഇറങ്ങിയിട്ട് വേണ്ടേ? എപ്പോഴാ മദ്യനിരോധനം വന്നിട്ടോ? നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. പഴയൊരു മുദ്രാവാക്യത്തിന്റെ ശൈലി പറഞ്ഞാല് ആരൊക്കെ എതിർത്താലും അപ്പച്ചൻ വന്ന് കരഞ്ഞാലും ടോണി ലൂസിയെ കെട്ടും. എന്നാ ചുണയുണ്ട്. അച്ഛൻ ഒരു കാര്യം ചെയ്യ്, വേഗം ചെന്ന് ലൂസിയുടെ കരച്ചിൽ മാറ്റാൻ നോക്ക്. ഡാഡിയുടെ എതിർപ്പൊക്കെ മാറിയില്ലേ? പിന്നെന്തിനാ മോള് വിഷമിക്കുന്നത്? അതല്ല മദർ, ഐസക്ക് ഒരു പ്രാന്തനെ പോലെ ആയിരിക്കുക. ഇങ്ങനെ തുടർന്നാൽ ഐസക്കിന്റെ അപ്പച്ചനും അമ്മച്ചും ഒക്കെ ആകെ തളരും. ഒന്നും തകരില്ല. കർത്താവ് ഒരിക്കലും നിങ്ങളെ കൈവിടില്ല. ഈ അനാഥരോട് കാണിക്കുന്ന സ്നേഹത്തിന് കർത്താവ് നിങ്ങളിൽ കനിവുള്ളവനാകാതിരിക്കില്ല മോളെ. താനിന്നലെ എവിടെയായിരുന്നു? വൈകിട്ടാണ് വിവരം കിട്ടിയത്. തന്നെ കോണ്ടാക്ട് ചെയ്യാൻ നോക്ക് താനില്ല. ഞാൻ ഇന്നലെ അവിടെ ഇല്ലായിരുന്നു. എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ കിട്ടി? റിയലി? ഹോളി ഏഞ്ചൽസ് കോളേജിൽ ടീച്ചറായിരുന്നു. ഈ കഴിഞ്ഞ വർഷമാണ് അവർ റിസൈൻ ചെയ്തത്. ഇപ്പോ അവർ നിങ്ങളുടെ പട്ടണത്തിൽ തന്നെയാണ് താമസിക്കുന്നത്. ഇതാ അവരുടെ അഡ്രസ്. 120 kilometers. It's too much. എന്താ ഐസക്? വരൂ, അകത്തേക്ക് വരൂ. ഇരിക്കൂ. ഇതാരാണ് ടീച്ചർ? ഇത് ഞാൻ തന്നെ. എന്താ സംശയം? No! It can't be. ഐസക്, ഞാൻ ആരാണ് ടീച്ചർ? 29 കൊല്ലങ്ങൾക്ക് മുമ്പ് നീൽഗിരീസിൽ ഒരു അനാഥാലയത്തിൽ ഏൽപ്പിച്ചിട്ട് പോയ കുഞ്ഞിനെ ടീച്ചർ ഓർക്കുന്നുണ്ടോ? ടീച്ചറെ ഞാൻ അമ്മയെന്ന് വിളിച്ചോട്ടെ? അമ്മച്ചി, എന്റെ പൊന്നമ്മച്ചി, ഞാനൊന്ന് തൊടട്ടെ?
ഞാൻ ആത്മഹത്യ ചെയ്യാൻ വരെ ആഗ്രഹിച്ചു. പക്ഷേ എന്തുകൊണ്ടോ അദ്ദേഹം തിരിച്ചു വരുമെന്ന് തോന്നി. എനിക്കാവുന്നിടത്തോളം ഞാൻ പിടിച്ചു നിന്നു. ഒടുവിൽ അപ്പച്ചൻ എന്നെ മറ്റൊരാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. എനിക്കെന്റെ മനസാക്ഷിയെ വഞ്ചിക്കാൻ കഴിയാത്തതുകൊണ്ട് അന്ന് രാത്രി ഞാൻ വീട് വിട്ടിറങ്ങി. 29 വർഷങ്ങൾക്ക് മുമ്പ് അമ്മച്ചി ഒരു പേരുമായിരുന്നു മോനെ. അതുകൊണ്ട് ഇത്രയും നാൾ എനിക്ക് എന്റെ മോനെ നഷ്ടപ്പെട്ടു. ചുറ്റുമുള്ള അമ്മച്ചിക്ക് സമൂഹത്തെ ഭയമായിരുന്നു മോനെ. എന്നെ എന്റെ വീട്ടുകാരെയും അപമാനത്തിൽ നിന്ന് രക്ഷിക്കാൻ വീട് വിട്ടിറങ്ങി ഞാൻ ചെന്ന് പെട്ടത് ഒരു അനാഥാലയത്തിലാണ്. അവിടെയാണ് ഞാൻ നിന്നെ പ്രസവിച്ചത്. അച്ഛനില്ലാത്തൊരു കുഞ്ഞിനെ കൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ എനിക്കാവില്ലായിരുന്നു. നിന്നെ അവിടെ ഏൽപ്പിച്ച് ഞാൻ ബാംഗ്ലൂരിലുള്ള എന്റെ ഒരു കൂട്ടുകാരുടെ അടുത്ത് പോയി. അവിടെ ഒരു കോളേജിൽ എനിക്ക് ജോലി കിട്ടി. വർഷങ്ങൾക്ക് ശേഷം നിന്നെ കാണാനുള്ള അതിയായ ആഗ്രഹം കൊണ്ട് അമ്മച്ചിക്ക് ധൈര്യം വീണ്ടും കിട്ടിയപ്പോഴേക്കും അനാഥാലയം പൂട്ടിക്കഴിഞ്ഞിരുന്നു. നിന്നെ ആരോ കൊണ്ടുപോയിരുന്നു. ഐസക്, ഐസക് എന്താ നിന്ന് കളഞ്ഞത്? എന്താ ഐസക്, എന്തു പറ്റി? എന്റെ അന്വേഷണം പൂർത്തിയായി. എനിക്ക് എന്റെ അച്ഛനമ്മമാരെ തിരിച്ചു കിട്ടി. പക്ഷേ എനിക്ക് എന്റെ പ്രൊഫസറെ നഷ്ടപ്പെട്ടു. സാറാ തോമസിനെ അറിയുമോ? സാറാ തോമസ് അറിയുമോ? ഹോളി ഏഞ്ചൽസ് കോളേജിൽ ലെക്ചറായിരുന്ന സാറാ തോമസിനെ. ഇങ്ങനെ പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. സാറയുടെ അപ്പച്ചനെ ഞാൻ കണ്ടോളാം. ഒരു ഇന്റർ റിലിജിയൻ മാരേജ് എന്ന് പറഞ്ഞാൽ ആകാശം ഇടിഞ്ഞു കഴിഞ്ഞ പ്രശ്നമൊന്നുമല്ല. എനിക്കെന്തോ വല്ലാത്ത കുറ്റബോധം. ഇത്രത്തോളം സ്വാതന്ത്ര്യം നമ്മൾ എടുക്കരുതായിരുന്നു.
ശരിയാണ്. പക്ഷെ പൊരുത്തപ്പെട്ട മനസ്സുകൾക്കിടയിൽ ഒരു ബന്ധവും പാപമല്ല. എത്രയൊക്കെ വിദ്യാഭ്യാസവും ലോകപരിചയവും ഉണ്ടെന്ന് പറഞ്ഞാലും എന്റെ മനസ്സ് ഇപ്പോഴും ഒരു പഴഞ്ചൻ ക്രിസ്ത്യാനി പെണ്ണിന്റെ മനസ്സാണ്. സാറ വിഷമിക്കണ്ട. നമ്മുടെ ബന്ധത്തിന് ഒരു ഒളിച്ചോട്ടത്തിന് സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. ഞാൻ ഏതായാലും കോവിലവും വരെ പോയിട്ട് വരാം. എല്ലാവരും സമ്മതിച്ചാൽ അങ്ങനെ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വഴി. അറിയാം, എനിക്ക് നഷ്ടപ്പെട്ട എന്റെ സാറേ എന്നേക്കാൾ കൂടുതലായിട്ട് എനിക്കറിയാം. എന്തിനവരെ വലിച്ചെറിഞ്ഞു? ഇല്ല, ഞാനവളെ വലിച്ചെറിഞ്ഞിട്ടില്ല. എനിക്കൊരിക്കലും അതിന് കഴിയുമായിരുന്നില്ല. 2 ദിവസത്തിനകം തിരിച്ചു വരാമെന്ന് പറഞ്ഞാണ് ഞാനന്ന് സാറയെ പിരിഞ്ഞത്. പക്ഷെ കോവിലകത്തെത്തുന്നതിന് മുമ്പ് ആരോ പറഞ്ഞു വെച്ചതുപോലെ എന്റെ കാർ ആക്സിഡന്റായി. ഗുരുതരമായ പരിക്കോടെയാണ് ഞാൻ രക്ഷപ്പെട്ടത്. ചികിത്സ കഴിഞ്ഞ് പുറത്തു വന്നപ്പോഴേക്കും നാളേറെ കഴിഞ്ഞിരുന്നു. ഞാൻ സാറയെ കാണാനായി ചെന്നു. പക്ഷെ അവൾ വീട് വിട്ടു പോയിരുന്നു. എവിടേക്കോ. ആവുന്നിടത്തൊക്കെ അന്വേഷിച്ചു. പക്ഷേ സാറയെ തിരിച്ചു കിട്ടില്ലെന്ന് ഉറപ്പ് വന്നപ്പോ ജീവിതത്തിന്റെ അർത്ഥം നഷ്ടപ്പെട്ട പോലെ തോന്നി. പിന്നീടാണ് ഞാൻ ലക്ഷ്മിഭായി വിവാഹം കഴിച്ചത്. ഊമയായ ലക്ഷ്മിഭായി. പാവം, അവൾക്കൊരു ജീവിതം കൊടുക്കാൻ ഞാൻ ശ്രമിക്കുകയായിരുന്നു. പതുക്കെ പതുക്കെ ഞാൻ അവളെ സ്നേഹിക്കാൻ പഠിച്ചു. പക്ഷേ അശ്വതിക്കുട്ടിയുടെ അമ്മയെ എന്റെ മോൾ ശ്രീദേവി എനിക്ക് തന്നിട്ട് അവളും എന്നെ വിട്ടുപോയി. അശ്വതിക്കുട്ടിക്ക് 1 വയസ്സ് തികയുന്ന ദിവസം അവളുടെ അച്ഛനും അമ്മയും ഞാനും അമ്പലത്തിൽ പോയി മടങ്ങുമായിരുന്നു. അശ്വതിക്കുട്ടിയെ നോക്കി വളർത്താനായി മാത്രം മരണം എന്നെ വെറുതെ വിട്ടു. Again, it was an accident. ഐസക്, ഞാൻ എപ്പോഴും പറയാറില്ലേ, മൈ ലൈഫ് ഈസ് ഫുൾ ഓഫ് ആക്സിഡന്റ്സ്. എന്നും ചിത്രശലഭങ്ങളെ മാത്രം നോക്കി വളർത്താനായിരിക്കും എന്റെ വിധി. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ സാറ ജീവിതത്തിൽ നിന്ന് തന്നെ ഒളിച്ചോടുകയായിരുന്നു. എനിക്കറിയില്ല. സാറയെ നഷ്ടപ്പെട്ട എനിക്ക് എന്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടു. ഇല്ല, എന്റെ അമ്മ എന്നെ എങ്ങും വലിച്ചെറിഞ്ഞിട്ടില്ല. സാറാ ടീച്ചറുടെ മകനാണ് ഞാൻ.
എനിക്ക് എന്റെ അപ്പച്ചനെ അമ്മച്ചി ഒന്ന് കാണണം. Ha ha ha.